സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഉപവാസത്തിൻ്റെ പ്രാരംഭ സെഷനായിട്ട് ഇന്ന് സന്ധ്യാസമയം കടന്നു വരുവാൻ ദൈവം ഒരുക്കി നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഇന്ന് സന്ധ്യാസമയം നമ്മുടെ മധ്യത്തിൽ ദൈവജനം ശുശ്രൂഷിപ്പാനായിട്ട് കടന്നു വന്നത് സ്തോത്രം പാസ്റ്റർ ബൈജു ബാലകൃഷ്ണനാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നറിയാം. ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മുടെ മധ്യേ കടന്നു വന്ന് സ്തോത്രം ശ്രേഷ്ഠമായ ദൈവദൂതുകൾ ദൈവശബ്ദം നമ്മെ അറിയിക്കുകയും സ്തോത്രം നമ്മെ ബലപ്പെടുത്തുകയും ചെയ്ത കർത്താവിൻ്റെ ദാസനാണ്. സ്തോത്രം. ഇന്ന് സന്ധ്യാസമയം നമുക്ക് വളരെ പ്രതീക്ഷയോടെ ആയിരിക്കാം, വളരെ ഒരുക്കത്തോടെ നമുക്കായിരിക്കാം. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ ഷിജി പാസ്റ്റർക്കും ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസനും ഇന്ന് ഈ യോഗത്തിൽ ഇടയുന്ന അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ ദാസനും ഈ ദൈവസഭയിൽ കർത്താവിനെ ആരാധിക്കുന്ന ശ്രേഷ്ഠ മാന്യ ദൈവമക്കൾ, പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വിവേകം വരുന്ന യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ സന്ധ്യാവന്ദനം ഇന്ന് അറിയിക്കുന്നു. നിങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനവും യേശു കർത്താവിൻ്റെ സാക്ഷ്യവും നിമിത്തം ഒരു പ്രാവശ്യം കൊണ്ട് നിൽക്കുവാൻ ഈ അയോഗ്യനായിരുന്ന എന്നെ തിരഞ്ഞെടുത്ത കർത്താവിന് സകല മഹത്വം കരയറ്റുകയാണ്. പല പ്രാവശ്യം നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ചില ഭവനങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ ദൈവം അവസരം നൽകി. എന്നാൽ ഇന്ന് ഇങ്ങനെ ദൈവം ഒരുക്കിയ വിലപ്പെട്ട അസലും നിമിഷത്തെ ഒരു പദവിയായി കണ്ടുകൊണ്ട് എല്ലാ മഹത്വവും കർത്താവിന് കരയറ്റുകയാണ്. നമ്മുടെ ദേശം മുഴുവൻ വലിയ ആഘോഷത്തിൻ്റെ പുറകിലാണ്. നമ്മുടെ ഇടയിലും പല ആളുകളും ഇന്ന് രാത്രി വന്നിട്ടില്ല. തീരെ വിരളമായ ആളുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. യാത്രയുടെ തടസ്സമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ വന്ന വഴിയിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ വന്നിട്ടാക്കടെ കൂടെ നടന്നു പോയപ്പം ഭയങ്കര തിരക്ക്. ഈ തിരുവോണത്തിൻ്റെ തലേ ദിവസം മീറ്റിങ്ങിന് പോവുകയാണ്. എനിക്ക് പോകാൻ പറ്റുന്നില്ല. സന്തോഷമുള്ളൊരു സ്തോത്രം ചെയ്താട്ടെ. എന്നാൽ നമുക്കൊക്കെ എന്നും ഓണമാണ്, നമുക്കൊക്കെ എന്നും സന്തോഷമാണ്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ നടുവിൽ ഒരു ചെറിയ ആത്മീക ദൂത് പരിശുദ്ധാത്മ ദൈവത്താൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളൊരല്പം കൂടെ ഫ്രണ്ടിലോട്ട് വന്നെങ്കിൽ ആളുകൾ വിരളമായതുകൊണ്ടാണ്. ഇന്ന് രാത്രി നമ്മുടെ ശുശ്രൂഷയ്ക്കൊരു അനുഗ്രഹമാകും. അനുസരണമുള്ളവരെ ദൈവം മാനിക്കട്ടെ. ആരാധനയേക്കാൾ നല്ലത് അനുസരണമെന്നാണ് വചനം പറയുന്നത്. അനുസരിക്കുന്നവരെ ദൈവം മാനിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി തിരുവെഴുത്തിൻ്റെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 4-5 വാക്യങ്ങൾ ഒരു ചെറിയ ചിന്തയ്ക്കായി ഇന്ന് രാത്രി വായിക്കാം. വായിച്ചു. യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ണുകളെ അടച്ച് ഈ രാത്രി ദൈവശബ്ദത്തിനായി സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇവിടെ ക്രമീകരിച്ച ഉപവാസ പ്രാർത്ഥന പരമ്പരയുടെ പ്രഥമ രാത്രിയിൽ സ്വർഗം നമ്മോട് ഇടപെടുവാൻ, ദൈവം നമ്മോട് കരുണ കാണിക്കുവാൻ പ്രസംഗിക്കുന്ന ഏത് വ്യക്തി ഈ രാത്രി ഇവിടെ സന്നിഹിതനായെങ്കിലും കർത്താവ് നമ്മോട് കരുണ കാണിച്ചില്ലെങ്കിൽ, യേശു കർത്താവ് നമ്മെ ഒന്ന് ആഴമായി സന്ദർശിച്ചില്ലെങ്കിൽ പ്രാർത്ഥന വെറുതെയായി മാറും. അതുകൊണ്ട് ചടങ്ങ് തീർക്കുന്ന ഉപവാസമല്ലല്ലോ. ആത്മദമനത്തോടെ കണ്ണുനീരോടെ ദൈവമക്കൾ സമയം മാറ്റിവെച്ച് ആമേൻ ബുദ്ധിമുട്ട് സഹിച്ച് പലരും ലോകത്തിൻ്റെ പല കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ വളരെ തിടുക്കത്തോടെ ഈ രാത്രി മുട്ടുമടക്കിയതിന് പുറകിൽ നാമും നമ്മുടെ ദൈവമായി ഒരു രഹസ്യ വിഷയമുണ്ട്. ഊടാറബന പ്രിയ വരിക, നമുക്ക് മുന്തിരിത്തോട്ടങ്ങളിലേക്ക് ചെല്ലാം. അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും. മുന്തിരിത്തോട്ടങ്ങൾ പൂത്തുവോ, ആമയെ സുഗന്ധം വീശുന്നുവോ എന്ന് നമുക്ക് നോക്കാം. വരിക എന്ന് പറഞ്ഞ് ഓ ഹല്ലേലൂയ മണവാട്ടി പ്രിയനെ ക്ഷണിക്കുന്ന ഒരു രംഗമാണ് ദൈവസഭ. ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവുമായി പ്രേമം പങ്കിടുവാൻ, യേശുക്രിസ്തുവുമായി സ്നേഹം പങ്കിടുവാൻ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ അകത്ത് വന്ന പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം അധരം തുറന്ന് ദൈവത്തോട് പറ, കർത്താവേ എന്നോടൊന്ന് സംസാരിക്കണമേ. ലവ് യു ജീസസ്. എന്നെ ഒന്ന് തൊടണമേ യേശുവേ, ഞാനങ്ങ് ആഴമായി സ്നേഹിക്കുന്നു. ദൈവാത്മാവിൻ്റെ സ്പർശനം ഇന്ന് രാത്രി അടിയന്
നൽകണമെന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹുഡറബ ശിഖറമന ഹതുനികൾ കൗഡന ഹച്ചസിയാനബ രിഗധുനി ജഗപ്രൗഢമന ഹച്ചസ് കമൽഖരബധുനികൾ കൗഡനാദിഗച്ഛസിയാന ഉജൽഖരമന വച്ചസ് കൈഡിബധുനാജഗച്ഛ പ്രൗഢിമൽഖരാധന ഘടകസി. സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നടക്കുന്ന ആത്മിക ശുശ്രൂഷയ്ക്കെതിരെ ജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുള്ള ഏകാഗ്രതയെ തെറ്റിക്കുന്ന ചിന്തകളെ മാറ്റിക്കളയുന്ന ക്ഷീണങ്ങളും മയക്കങ്ങളും ആമേൻ 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 കൊണ്ടുവരുന്ന ഇരുളിൻ്റെ ശക്തി അല്ല ഈ പട്ടണത്തിൻ്റെ അധിപതി. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം ദേശത്തെ തല ഉയർത്തി നിൽക്കുന്ന ചില കുടുംബങ്ങൾക്കൊക്കെ അനർത്ഥം വരുത്തുവാൻ വെല്ലുവിളിക്കുന്ന ചില വീടിനകത്ത് അപകടങ്ങളും വീഴ്ചകളും വരുത്തുക, ചില അസ്ഥികൾക്ക് ഒടിവ് വരുത്തുക, ചില ജീവിതങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ദുഷ്ടവ്യാപാരത്തിൻ്റെ ശക്തിയെ ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ പൊളിക്കുകയാണ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴകാലുകളൊക്കെയും മടങ്ങുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ ദൈവസഭയ്ക്കെതിരെ വാദം പറഞ്ഞ് തലയുയർന്നു നിൽക്കുന്ന അന്ധകാര ശക്തിയെ ഞങ്ങൾ ഇന്ന് രാത്രി ശാസിക്കുകയാണ്. ഉടമന ഹത്തുന വൈശവ രംദല ജഗതന ഹത്തുന വൈശക രംദല ജുഡമന ദിഗനക ജഗത ശൈതവ റിബലവ ഹത്തുലക ക്ഷകരംദൽ പൗഡവ രജ്ജസ് കമനക രഗതച്ഛാനവ ഹൂഡവരം ദേ ദീഗച്ഛാനേ ഹംസേരെ ഹോറിക്കച്ഛാനേ രക്തം ഛാനേ ഹൂഡവരം ദേ ജാലകരച്ചം ജൂഡവരംബ പ്രൗഢവരച്ചം ജഗതച്ഛാനം അർത്ഥകരച്ചസ് കൈഡവ രാജ റീഗസേനെ ഹംസേരോ ഹംദേരേ ജേ റീഗസേ വൈഡവരംദം ജഗദാനേ ഹൂഡവരംദൽ പൗഡവരച്ചം ജാലകരഗതം. ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, പ്രശാന്ത സുന്ദരമായ നല്ല ഈ സന്ധ്യാസമയത്തിനായി സ്തോത്രം. അവിടുത്തെ വിലപ്പെട്ട അഭിഷക്തന്മാരെയും അവിടുത്തെ ശ്രേഷ്ഠ മക്കളെയും ഇന്ന് രാത്രി ഏൽപ്പിക്കുന്നു. പാവപ്പെട്ട കഴുതയായ അടിയൻ ഇന്ന് രാത്രി തിരുവെഴുത്തുമായി നിൽക്കുന്നു. അങ്ങ് ഞങ്ങളോട് ഇന്ന് രാത്രി ഇടപെടണമേ കർത്താവേ. അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഞങ്ങൾ കൊതിയുണ്ട്, അങ്ങയുടെ ഇമ്പമേറിയ ശബ്ദം കേൾക്കാൻ ഞങ്ങൾ കൊതിയുണ്ട്. അതിൻ്റെ അധരത്തെ ഇന്ന് രാത്രി ഉപയോഗിക്കണമേ പപ്പ. അങ്ങയുടെ മുഖം കാണുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അങ്ങയുടെ തേജസ് കാണുവാൻ ഇന്ന് രാത്രിയുടെ കണ്ണുകൾ തുറക്കണമേ കർത്താവേ. ഒരു ചടങ്ങ് തീർക്കുന്ന ശുശ്രൂഷയായിട്ട് ഇത് രാത്രി മാറലേ കർത്താവേ. പലയിടങ്ങളിലും പല ഉപവാസങ്ങൾ നടക്കുന്നു. ഞങ്ങളുടെ ഉപവാസം വ്യത്യസ്തമായ ഉപവാസമാകട്ടെ, ഞങ്ങളുടെ ആരാധന വ്യത്യസ്തമായ ആരാധനയാകട്ടെ, ഞങ്ങളുടെ വചന ശുശ്രൂഷ വ്യത്യസ്തമായ ശുശ്രൂഷയാകട്ടെ. അതിന് വിരോധമായി പോകുന്ന വാഴ്ചകളെയും അധികാരങ്ങളെയും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനകളെയും പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം നൽകിയ വാനത്തിനും ഭൂമിക്കും അധികാരമുള്ള നസറേനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് രാത്രി ശാസിക്കുകയാണ്. വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ദൈവം തെളിയിക്കണമേ കർത്താവേ. എല്ലാ മഹത്വം എല്ലാ പുകഴ്ച ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. മശിയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി പ്രാർത്ഥന കേൾക്കണം ജീവനുള്ള നല്ല പിതാവേ. ഹല്ലേലൂയ. ശക്തിയോടെ ഓ ഹല്ലേലൂയ. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. പ്രാണപ്രിയ യേശുനാഥ, കണ്ണുനീരോടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പാടിയാട്ട്. ജീവൻ തന്ന എല്ലാവരും ഒരുമിച്ച് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പാടി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഊറവ ശാന്തൽ ഖൗഡവന ദിഗസിയാരവ ഹുജൽ ഖരഗത്തുന ജഗക്ഷര വൈഡ പ്രൗഢമാനകം അർത്ഥന ജഗക്ഷസ്കൈഡമസി. ഇന്ന് രാത്രി ഞാൻ ഈ പാട്ട് പാടുമ്പോൾ തന്നെ പരിശുദ്ധാത്മ പറയുന്നു, ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തെ വിട്ടു മാറിയിരിക്കുന്ന ചിലർ ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്ന ആത്മാവിനോട് പറയുന്നു,
പ്രാർത്ഥനയിൽ നിന്ന് അകന്ന്, ആത്മീക മണ്ഡലത്തിൽ നിന്ന് അകന്ന്, കുടുംബത്തിനകത്ത് സന്ധ്യപ്രാർത്ഥനയിൽ നിന്ന് അകന്ന്, യേശു കർത്താവുമായ ആഴമായ ബന്ധത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് രാത്രി ചൂണ്ടുകയാണ്. സ്വർഗ്ഗം രാത്രി പറയുന്നു, നിന്റെ പ്രാണപ്രിയനുമായ ഒരു ബന്ധം സ്ഥാപിക്കുന്ന രാത്രിയായി മാറട്ടെ. യെസ്, ദൈവസഭയുമായി നിൽക്കുന്ന, ആത്മീക തലത്തിൽ നിൽക്കുന്ന ചില കുടുംബങ്ങളെ അപകടത്തിൽ അകപ്പെടുത്തി, വീഴ്ചയിലകപ്പെടുത്തി, അസ്ഥികൾക്ക് കേടുവരുത്തി, കുടുംബങ്ങൾക്കകത്ത് ദൈവസഭയ്ക്ക് നെഞ്ചുകൊടുത്ത് നിൽക്കുന്ന കുടുംബങ്ങൾക്കകത്ത് അനർത്ഥം വരുത്തുവാൻ ശത്രു തല ഉയർന്നു നിൽക്കുന്നൊരു കാഴ്ച എന്നെ ഇന്ന് രാത്രി ആത്മാവിനെ കാണിക്കുകയാണ്. സഭ ഒരുമിച്ചെന്ന് രാത്രി പ്രാർത്ഥിക്കുന്നെങ്കിൽ പിന്നെയും പിശാചിൻ്റെ വാദം ഇനിയുമുണ്ട്. അവൻ്റെ വാദം ഈ രാത്രി ദൈവം പൊട്ടിക്കാൻ പോകുകയാണെന്ന് ആത്മാവ് ദൈവസഭയ്ക്ക് ഉറപ്പ് തരികയാണ്. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ ചില ബന്ധനങ്ങൾ അഴിക്കാൻ പോകുകയാണ്. വിശ്വാസ കുടുംബങ്ങൾക്ക് വരുത്താൻ നോക്കുന്ന അനർത്ഥത്തിൻ്റെ ശക്തികൾ കുടുംബങ്ങൾക്കകത്ത് അർത്ഥപരത്വം അസ്ഥികളൊടിപ്പിക്കുവാൻ വെല്ലുവിളിക്കുന്ന ദേശത്തിൽ അത് ഉട്ടവ്യാപാര മണ്ഡലങ്ങൾ ഞങ്ങളിന്ന് രാത്രി ഒരുമിച്ച് അഴിക്കുകയാണ്. ഹൃദയത്തിനകത്ത് ആത്മാവിന് തീ കത്തട്ടെ കർത്താവേ. ഇതൊരു ചടങ്ങ് ശുശ്രൂഷയായി മാറല്ലേ, ഇതൊരു ചടങ്ങ് പ്രസംഗമായി മാറല്ലേ, ഇതൊരു ചടങ്ങ് ആരാധനയായി മാറല്ലേ. ക്രൂശിൽ നിന്ന് ഒഴുകുന്ന സ്നേഹത്തിന്റെ ചോര ഈ രാത്രി ജനഹൃദയങ്ങളിൽ എത്തട്ടെ കർത്താവേ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മൾ വായിച്ച തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു. പറഞ്ഞ ദൂതുകൾ നിങ്ങൾ വളരെ പ്രാർത്ഥിക്കുക, വളരെ ശ്രദ്ധിക്കുക. യോഹന്നാൻ അപ്പോസ്തലൻ നമുക്ക് തന്നിട്ടുള്ള ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അദ്ദേഹം നമുക്ക് 3 ലേഖനങ്ങളും ഒരു സുവിശേഷവും കൂടെ നൽകിയിട്ടുണ്ട്. അങ്ങനെ 5 പുസ്തകങ്ങൾ നൽകിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ മാർവോട് അണയുവാൻ ആഗ്രഹിച്ച തൻ്റെ അരുമ ശിഷ്യനായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ എന്ന് തിരുവെഴുത്ത് പഠിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ യോഹന്നാൻ AD 90 സുവിശേഷ നിമിത്തം നാടുകടത്തപ്പെട്ട ഭാഗം ദൈവമക്കൾക്കറിയാം. അതിനെ പഠിക്കുന്ന ദൈവമക്കൾ ഇവിടെയുണ്ട്, ശ്രേഷ്ഠന്മാരായ ദൈവമദാസന്മാരിവിടെയുണ്ട്. ഒരിക്കൽ സുവിശേഷ നിമിത്തം ഇദ്ദേഹത്തെ തിളച്ച എണ്ണയിലേക്ക് വലിച്ചെറിയുമ്പോൾ ശരീരത്തിനൊരു പോറൽ പോലും സംഭവിക്കില്ലെന്നറിഞ്ഞ് ഡൊമീഷ്യൻ ചക്രവർത്തി അദ്ദേഹത്തെ കരയ്ക്ക് കയറ്റി അടുത്ത ഒരു ദ്വീപിലേക്ക് നാടുകടത്തുകയായിരുന്നു. അങ്ങനെ ആ ഒറ്റപ്പെട്ട മേഖലയിൽ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ താഴ്വരയിൽ അദ്ദേഹം അകപ്പെട്ടത് കൊണ്ട് നമുക്കൊരു വെളിപ്പാട് പുസ്തകം കിട്ടി. കരമരുത്ത് സ്തോത്രം ചെയ്താട്ടെ. ജീവിതത്തിൽ ഒറ്റപ്പെടുത്തലുകളും ജീവിതത്തിൽ വിഷമതകളും ഒക്കെ ജീവിതത്തിൽ വരുന്നത് ചില വെളിപ്പാടുകൾ ദൈവം നമുക്ക് തരാൻ വേണ്ടിയാണ്. പ്രവാചകനായ ഇരമ്യാവിനെ കുശവൻ്റെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് ദൈവം കൊണ്ടുപോയത് ചിലത് പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഇന്ന് രാത്രി കർത്താവ് ചിലതിനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ ചിലരെ കർത്താവ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ പാഠശാലയ്ക്കകത്ത് വന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ രക്തം ചെയ്യും. അങ്ങനെ അദ്ദേഹം ആയിരിക്കുമ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം കാണുകയാണ്. നടന്നു കഴിഞ്ഞത്, നടക്കുന്നത്, ഇനി സംഭവിക്കാൻ പോകുന്നത് 3 കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം തൻ്റെ അപ്പോസ്തലനായ യോഹന്നാനെ അറിയിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തെ അദ്ദേഹം കാണുന്നു. ഒരു വലിയ പ്രകാശം അദ്ദേഹം ദർശിക്കുന്നു. എന്നാൽ ഈ സിംഹാസനത്തിന് ചുറ്റും ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരെക്കുറിച്ചുള്ള പേരുകൾ വേദപുസ്തകത്തിൽ ഈ ഭാഗത്ത് പരാമർശിക്കുന്നില്ല. അബ്രഹാമോ ഇസഹാക്കോ യാക്കോബോ യോസഫോ ഒക്കെ ആയിരിക്കണം. 24 മൂപ്പന്മാർ ചുറ്റും ഇരിക്കുന്ന ഈ സമയത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പല വ്യാഖ്യാനങ്ങൾ അതിനുണ്ട്, എങ്കിലും അത് ആ ഭാഗം ഇവിടെ നിൽക്കട്ടെ. അകത്തും പുറത്തും എഴുത്തുള്ള ഒരു പുസ്തകം അവിടെ കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിൽ പല പുസ്തകങ്ങളുള്ളതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സത്യവേദ പുസ്തകം സ്വർഗത്തിലുണ്ട്. അതിനൊരു കോപ്പി, ഫോട്ടോ കോപ്പി മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് പല തെറ്റുകളും പല തിരുത്തലുകളും നമ്മളിന്ന് ഉപയോഗിക്കുന്ന ബൈബിൾക്ക് അകത്തുണ്ട്. ചില വാക്കുകൾക്ക് പ്രിൻറ്റിങ്ങിൽ മിസ്റ്റേക്കുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ ഒറിജിനൽ കോപ്പി സ്വർഗത്തിലുണ്ട്. പിന്നെ മലാഖി പ്രവചനം 3-ാം അധ്യായം ഒടുവിലത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ സ്മരണയുടെ പുസ്തകം, ഓർമ്മയുടെ പുസ്തകം അവിടെയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഭൂമിയിൽ ദൈവത്തെ സേവിക്കുന്ന ഭക്തന്മാർ, സഭയ്ക്കകത്തുള്ള ദൈവമക്കൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളെ എഴുതി വയ്ക്കുന്ന പുസ്തകം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ജാതികളുടെ കാര്യമല്ല, സഭയ്ക്കകത്തുള്ള ദൈവമക്കൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യം എഴുതി വയ്ക്കുന്ന പുസ്തകം. അവിടെ വായിക്കുന്നു, യഹോവയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം, ഞങ്ങൾ അവൻ്റെ കാര്യം നോക്കുന്നതിനാലും
അവൻ്റെ നാമത്തിൽ കറുപ്പെടുത്ത് നടക്കുന്നതിനാൽ, മീൻസ് ആത്മദമനത്തോടും ഉപവാസത്തോടും കൂടെ യഹോവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ? അഹങ്കാരികളെ ഞങ്ങൾ ഭാഗ്യവാന്മാർ എന്നെണ്ണുന്നു, ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു, ദൈവത്തെ പരീക്ഷിക്കുന്നവർക്ക് ദോഷമൊഴിഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഞങ്ങളല്ല, അവരാണ് ഭാഗ്യവാന്മാർ. ഒരു ദിവസം പോലും പള്ളിയിൽ വരാത്ത, ഒരു ദിവസം പോലും ഉപവാസ പ്രാർത്ഥനയ്ക്കോ സഭായോഗത്തിന് വരാത്ത അവരെ നോക്ക്. ഞങ്ങളെക്കാളും ഒക്കെ അവർ സമ്പന്നരാണ്, ഞങ്ങളെക്കാളും ഒക്കെ കഴിവുള്ളവരാണ്, ഞങ്ങളെക്കാളും ഒക്കെ തിറവുള്ളവരാണ്, ഞങ്ങളെക്കാളും ഒക്കെ ആരോഗ്യ സമ്പന്നന്മാരാണ്, ദൃഢഗാത്രന്മാരാണ്. പക്ഷേ ഞങ്ങൾ ഇതാ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് യഹോവ ഭക്തന്മാർ തമ്മിൽ പറയുന്നത് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ദൈവം വേദനയോടെ തൻ്റെ മക്കളെ നോക്കി കൊടുത്ത ഒരു ദൂത് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കാനിരിക്കുന്ന ദിവസത്തിൽ നിങ്ങൾ അല്ല, അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വചനം പറയുന്നു, ക്രിസ്തുവിൻ്റെ നിക്ഷേപമാണ് നമ്മളെങ്കിൽ. ഞാൻ ഭാഗം വിവരിച്ചാൽ മറ്റൊരു റൂട്ടിലേക്ക് പോകേണ്ടി വരും. ഞാനവിടെ നിർത്തുകയാണ്. യേശുവിൻ്റെ നിക്ഷേപമാണ് നമ്മുടെ എങ്കിൽ, നാമെങ്കിൽ കർത്താവിൻ്റെ ഹൃദയം മുഴുവൻ എപ്പോഴും നമ്മോടുകൂടെയുണ്ട്. ഹല്ലേലൂയ. കേൾക്കൂ. അപ്പം ഈ ഭൂമിയിൽ പരസ്പരം ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന ഭക്തന്മാർ, ദൈവമക്കളുണ്ടെങ്കിൽ, പരദൂഷണം പറയുന്നവരോ അഭിഷക്തന്മാരെക്കുറിച്ചോ ദൈവമക്കളെക്കുറിച്ചോ പരസ്പരം അതും ഇതും മോശമായതോ തീയതായതോ സംസാരിക്കുന്നവരുണ്ടെങ്കിൽ കേൾക്കൂ, അത് എഴുതി വയ്ക്കുന്നൊരു പുസ്തകം സ്വർഗത്തിലുണ്ട് എന്ന് വേദപുസ്തകം പറയുന്നു. അത് വെറുതെ എഴുതി വെച്ച് ഒരു അലമാരയ്ക്കകത്ത് ഇവിടുത്തെ വില്ലേജ് ഓഫീസിലെ ബുക്കുകൾ ഒതുക്കുന്നത് പോലെയല്ല. അവിടെ ഒരു ദിവസം നമ്മുടെ മുമ്പിൽ ഇതെല്ലാം വായിച്ച് കേൾപ്പിക്കുന്ന ഒരു ദിവസം വരും. അന്ന് നാം ലജ്ജിക്കേണ്ടി വരും. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം ചെയ്യുന്നു. 3, സ്വർഗത്തിലുള്ള മറ്റൊരു പുസ്തകമാണ് ജീവൻ്റെ പുസ്തകം. നമ്മൾ വായിക്കുന്നു ജീവപുസ്തകത്തിൽ, വെളിപ്പാട് 20:13, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. സ്വർഗത്തിലുള്ള 3ാമത്തെ പുസ്തകം ജീവൻ്റെ പുസ്തകം. ജീവൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ സ്തോത്രം ചെയ്യുന്നു പല രജിസ്ട്രേഷനുണ്ട്. ജനന രജിസ്ട്രേഷനുണ്ട്, മരണ രജിസ്ട്രേഷനുണ്ട്. മരിച്ചു കഴിഞ്ഞ് 25 ദിവസത്തിനകം, വെള്ളനാട് എഴുതി വച്ചിരിക്കുന്നു, 25 ദിവസത്തിനകം കുറഞ്ഞത് ഞങ്ങളുടെ പഞ്ചായത്തിൽ വിവരം അറിയിക്കണം, അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. പിന്നെ ജനിച്ചാൽ 20 ദിവസത്തിനകം ഞങ്ങളുടെ പഞ്ചായത്തിൽ വിവരം അറിയിച്ചിരിക്കണം, അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇവിടെ ജനന രജിസ്റ്ററിൽ പേരെഴുതുന്നത് ജനിച്ചവരുടെ പേരാണ്, മരണ രജിസ്റ്ററിൽ എഴുതുന്നത് മരിച്ചവരുടെ പേരാണ്. എന്നാൽ സ്തോത്രം ചെയ്യുന്നു ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ പേരാണ്. അതുകൂടെ പറഞ്ഞാൽ ജീവനുള്ളവരുടെ പേരാണ്. ഏത് ജീവൻ? ആത്മാവിൻ്റെ ജീവൻ. വേദപുസ്തകം പറയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന പല ദൈവമക്കൾ എന്ന് അഭിമാനിക്കുന്നവരും ജീവനുണ്ടെന്ന് പേർ പറയുന്നവർക്കും അകത്ത് ജീവനില്ല. ആത്മീക ജീവൻ നഷ്ടപ്പെട്ട ഒരു വല്ലാത്ത കാലഘട്ടം ആണ് ദൈവസഭയുടെ കാലഘട്ടം. ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു കാലത്ത് മുൻപന്മാരായി നിന്ന, ഒരു കാലത്ത് സത്യസുവിശേഷത്തിന് വേണ്ടി വീറോടും വാശിയോടും നിന്ന, ഉപവാസവും ആരാധനയും സുവിശേഷ യോഗവും എന്ന് കേട്ടാൽ അല്പം പോലും ലജ്ജയില്ലാതെ എവിടെയും ഓടിയെത്താൻ ശ്രമിക്കുന്ന, അർദ്ധരാത്രികളിൽ നാട്ടിൻ പ്രദേശങ്ങളിൽ ചൂട്ടും കത്തിച്ച് സ്തോത്രം ചെയ്യുന്നു, ചാറ്റൽ മഴയത്ത് ചൂട്ടണഞ്ഞു പോകണമെങ്കിലും പിന്നെയും കത്തിച്ച് കഷ്ടപ്പെട്ട് ചെറിയ ലാവട്ടത്തിലൊക്കെ സുവിശേഷ യോഗത്തിന് പോയ പല ആളുകളും ഇന്ന് തൊട്ടടുത്ത വീട്ടിന് മുറ്റത്ത് ഒരു ചെറിയ ഗ്രൗണ്ടിൽ യോഗം നടന്നാൽ പോകാൻ മടിക്കുന്നവരാണ്. സഭയിൽ ഉപവാസമെന്ന് കേട്ടാൽ ഉത്സവം പോലെ ഓടിക്കൂടുന്ന ആളുകൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നു. ഇന്ന് ഉപവാസ പ്രാർത്ഥന എന്ന് കേട്ടാൽ മുഖം ചുളിക്കുന്നൊരു കാലമായി മാറിക്കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ളവർ ആത്മീകത്തിൽ അവർ മരിച്ചവരാണ്. ജീവനുള്ളവനെന്ന് പേരുണ്ട്, പക്ഷെ മരിച്ചവരാണ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ പേരുകൾ ജീവൻ്റെ പുസ്തകത്തിലുണ്ടോ? നിങ്ങളെല്ലാവരും ഉണ്ടെന്ന് പറയും. ഒന്നുകൂടെ തിരുവഴുത്തിനെ തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളെ ഒന്ന് വിവേചിച്ച് മനസ്സിലാക്കിക്കോണം. എഴുതപ്പെട്ട പേര് മായ്ക്കുവാൻ സാധ്യതയുണ്ട്. മോശ ഒരിക്കൽ പറഞ്ഞു, ദൈവമേ ഈ ജനത്തിൻ്റെ പാപം ഇവരോട് ക്ഷമിക്കണം, ഇല്ലെങ്കിൽ എൻ്റെ പേര് ജീവപുസ്തകത്തിൽ മായ്ച്ചു കളയണം. ഒന്നുകൂടെ പറയുന്നു, ബൈജു ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പ്രസംഗിക്കുന്ന ഈ വ്യക്തിയുടെ പേര് ഇപ്പോൾ ജീവൻ്റെ പുസ്തകത്തിലുണ്ട് എന്നെനിക്ക് നല്ല ആത്മവിശ്വാസവും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അറിയാം. ഞാൻ തിരുവെഴുത്തും കൊണ്ട് പുറത്തിറങ്ങി ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പാപം ചെയ്യുമ്പോൾ സ്തോത്രം ചെയ്യുന്നു, പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ പുത്രനായ യേശു ചെന്ന് പുത്രനായ യേശുവിൻ്റെ അടുക്കലും പിതാവായ ദൈവത്തിൻ്റെ അടുക്കലും പിശാച് ചെന്ന് വാദിക്കുന്നു. വാദം കേട്ട്
പുത്രനായ യേശു എന്ന അഡ്വക്കേറ്റ് പിതാവിൻ്റെ മുമ്പിൽ, കോടതിയുടെ മുമ്പിൽ നിന്ന് വാദിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ പല പ്രാവശ്യം പക്ഷപാതം ചെയ്യുമ്പോൾ ഈ അഡ്വക്കേറ്റ് പരാജയപ്പെടുമ്പോൾ പിതാവായ ദൈവം ഡയറക്ഷൻ പിശാചിന് കൊടുക്കും. സാത്താൻ വന്ന് ബൈജു ബാലകൃഷ്ണന്മേൽ അമ്മാന പാടാൻ തുടങ്ങും. അങ്ങനെ എൻ്റെ പേര് ജീവൻ്റെ പുസ്തകം നഷ്ടപ്പെടാൻ തുടങ്ങും. ഇന്ന് രാത്രി കേൾക്കൂ, ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ള ആരെങ്കിലും ഈ രാത്രിയിൽ ആത്മീക ജീവൻ നഷ്ടപ്പെട്ടവരായി, പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടവരായി, പേരിന് വേണ്ടി ദൈവസഭയിൽ വന്നു പോകുന്നവരായിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ പ്രാരംഭത്തിൽ ഓർപ്പിച്ച കാര്യമാണ്. ഒന്നുകൂടെ ഈ രാത്രി തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അടുത്ത പുസ്തകം 4-ാമത്തെ പുസ്തകം നമ്മൾ കാണുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അകത്തും പുറത്തും എഴുത്തുള്ള 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു ശബ്ദം കേൾക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പുസ്തകം തുറക്കുവാനോ അതിനെ മുദ്ര പൊട്ടിപ്പാനോ യോഗ്യനായി ആരുള്ളൂ എന്നൊരു ശബ്ദം കേൾക്കുകയാണ്. ഈ ശബ്ദം കേട്ടിട്ട് പുസ്തകം തുറക്കാനോ മുദ്ര പൊട്ടിക്കാനോ യോഗ്യനായി ആരുമുണ്ടായിരുന്നില്ല. 24 മൂപ്പന്മാരിൽ ആർക്കും ത്രാണിയില്ല. ആർക്കും ഞാൻ അതിനെ മുദ്ര പൊട്ടിക്കാം എന്ന് പറഞ്ഞ് ചങ്കൂറ്റത്തോടെ പുറത്തുവരുവാൻ ശക്തിയില്ല, ത്രാണിയില്ല. സ്തോത്രം ചെയ്യുന്നു. ദൂതന്മാർ എല്ലാവരും അപ്സെറ്റായി നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അതാ സ്തോത്രം ചെയ്യുന്നു, യോഹന്നാൻ വെളിപ്പാടിൽ കരയുന്നു. കരയുന്ന യോഹന്നാനു വേണ്ടി മൂപ്പന്മാരിൽ ഒരുത്തൻ പറയുന്നു, കരയണ്ട, യഹൂദാ ഗോത്രത്തിന് സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകം തുറക്കാനും അതിനെ മുദ്ര പൊട്ടിക്കാനും ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് രാത്രിയിൽ യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹം, ദാവീദിൻ്റെ വേരായവൻ ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കും നിനക്കും എതിരെ പിശാചും മനുഷ്യരും ഉണ്ടാക്കിയ ചില മുദ്രകൾ, എനിക്കും നിനക്കുമെതിരെ പിശാചും മനുഷ്യരും ഉണ്ടാക്കിയ ചില സീലുകൾ ഇന്ന് രാത്രി സ്വർഗം പൊട്ടിച്ചു മാറ്റാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ ആളത്വത്തിൻ്റെ പ്രതിച്ഛയായ ക്രിസ്തു ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ എക്സ്പ്രസ് ഇമേജ് ഓഫ് ഹിസ് പേഴ്സൺ, അവൻ ആളത്വത്തിൻ്റെ പ്രതിച്ഛായയാണ്. ഈ രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കും നിനക്കുമെതിരെ, എൻ്റെ ശുശ്രൂഷയ്ക്കും നിൻ്റെ ശുശ്രൂഷയ്ക്കുമെതിരെ, എൻ്റെ കുടുംബജീവിതത്തിനും നിൻ്റെ കുടുംബജീവിതത്തിനെതിരെ, എൻ്റെ തലമുറയ്ക്കും നിൻ്റെ തലമുറയ്ക്കെതിരെ, എൻ്റെ വാഗ്ദത്തത്തിനും നിൻ്റെ വാഗ്ദത്തത്തിനെതിരെ, എൻ്റെ സാമ്പത്തിക നന്മകൾക്കും നിൻ്റെ സാമ്പത്തിക നന്മകൾക്കുമെതിരെ, എൻ്റെ ആത്മീയ അഭിഷേകത്തിനും നിൻ്റെ ആത്മീയ അഭിഷേകത്തിനും എതിരെ എഴുതി വച്ച രേഖകൾ ഈ രാത്രി കീറുകയും അവൻ പതിപ്പിച്ച മുദ്രകൾ ഈ രാത്രി തിരുത്തപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. വേണ്ടവർ പ്രാപിച്ചോ. ഈ രാത്രി യഹൂദാ ഗോത്രത്തിന്റെ സിംഹം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രാത്രി സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നു. വചനത്തോട് പ്രതികരിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. അടുക്കള വിട്ടിറങ്ങാൻ കഴിയാത്ത ഒരു മാർത്ത, അടുക്കള വിട്ടിറങ്ങാൻ കഴിയുന്നില്ല. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് കാൽക്കലിരുന്ന് യേശുവിനെ തിരുവെടുത്ത് ശ്രദ്ധിക്കുന്നൊരു മറിയം. നിങ്ങൾ നോക്കൂ, മനുഷ്യൻ എല്ലാവരും കൂടെ രേഖ എഴുതി വച്ചിരിക്കുകയാണ്. അവർ ഒറ്റപ്പെട്ടു പോയി, ഇനി അവർക്ക് രക്ഷയില്ല, ഒരു കാലത്തും ഇനി അവരുടെ സഹോദരൻ മടങ്ങി വരികയില്ല. മനുഷ്യൻ രേഖ എഴുതി. അവിടുത്തെ ദേശത്തിന് അധിപതി പറഞ്ഞു, യേശു കൂടുതൽ സ്നേഹിച്ച കുടുംബമല്ലേ, അനുഭവിച്ചോ. ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവങ്ങളെടുത്ത് വരാൻ. യേശു കൂടുതൽ സ്നേഹിക്കുന്ന വീടല്ലേ, ദൈവദാസന്മാർ വന്നു പോകുന്ന വീടല്ലേ, അനുഭവിച്ചോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യനും ദേശത്തിന്റെ അധിപതിയും ഒരുപോലെ രേഖ എഴുതി സീൽ വച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു ശബ്ദം മാർത്ത കേട്ടു, മാർത്തേ, ഗുരു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ യഹൂദാ ഗോത്രത്തിന് സിംഹം ഇതിനകത്ത് വന്നിട്ടുണ്ട്. എന്തിന്? നീ കേട്ട അവശബ്ദത്തെ പൊട്ടിച്ചു മാറ്റാൻ ഇന്ന് രാത്രി ദൂത് മനസ്സിലാക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആരാധിക്കട്ടെ. വചനത്തോട് പ്രതികരിക്കാൻ ദൈവസഭ തയ്യാറാണെങ്കിൽ സ്വർഗം പറയുന്നു, എനിക്കും നിനക്കും എതിരെ മനുഷ്യരുണ്ടാക്കിയ വിധിയെ, മനുഷ്യരെഴുതിയ രേഖയെ ഈ രാത്രി കീറി മാറ്റിയിട്ട് ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ സ്വർഗം ആഗ്രഹിക്കുന്നു എന്ന്. കാരണം അവൻ യഹൂദാ ഗോത്രത്തിന്റെ സിംഹമാണ്.
ശിഖന ഹതകനഗജകസിയാന അർത്ഥനാദക ഷൈഡമാനഘടകസിയാനവ. ഹല്ലേലൂയ. മനുഷ്യൻ, ഇവിടുത്തെ മനുഷ്യൻ സ്തോത്രം ചെയ്യുന്നു ചുറ്റിയ റൂമാലുകള്, ഇവിടുത്തെ മനുഷ്യൻ ചുറ്റിയ റൂമാലുകള് മനുഷ്യനെ കൊണ്ട് തിരിച്ചടിപ്പിച്ചുകൊണ്ട് അവൻ ലോകത്തിന്റെ ചരിത്രത്തെ തിരുത്തിയ ദൈവമാണെന്ന് ദൈവമെങ്കിൽ ശ്രദ്ധിക്കൂ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതോടെ ജീവിതം അവസാനിച്ചു എന്ന്, ഇതോടെ സ്തോത്രം ചെയ്യുന്നു മുന്നോട്ടൊരു സ്റ്റെപ്പില്ല എന്ന്, ഒന്നുകിൽ ഞങ്ങളെ അവർ പിടിച്ചുകൊണ്ടുപോകും, അല്ലെങ്കിൽ ഞങ്ങൾ ഈ നടുക്കടൽ മുങ്ങിച്ചാകേണ്ടി വരുമെന്ന് പറഞ്ഞ് പ്രതീക്ഷയോടെ വേദനയോടെ മരണത്തെ മുഖാമുഖമായി നിന്ന് സ്തോത്രം കണ്ടുകൊണ്ട് നിന്ന തൻ്റെ മക്കളെ മരുഭൂമിയിൽ തള്ളിയിട്ട് നശിപ്പിക്കാതെ സ്തോത്രം ചെയ്യുന്നു ശത്രുക്കളെ ഉപ്പുവെള്ളം കുടിപ്പിച്ച് ദൈവം ചരിത്രം എഴുതുകയും തൻ്റെ ജനത്തെ ക്ഷേമത്തോടെ അക്കരെ എത്തിക്കുക ചെയ്തെങ്കിൽ നിരന്തരം കേൾക്കുന്ന പ്രസംഗമാകും. ആത്മാവിന് രാത്രി ദൈവസഭയോട് പറയുന്നു, നിന്റെ മരണം മരണമെന്ന് പറഞ്ഞ് നിനക്കെതിരെ ഒരുക്കിയ രേഖയുണ്ടല്ലോ, ഈ രാത്രി സ്വർഗ്ഗ കീറുകയാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. വേണമെങ്കിൽ പ്രാപിച്ചോ, ഈ രാത്രി നിന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റിന്റെ രാത്രിയാണെന്ന് ആത്മാവ് ദൈവസഭയോട് ദൂത് പറയുകയാണ്. അതുരാ ജഗൽഘടകതന ഹച്ചസിയാര വൈഡപ്രൗഢവനകസിയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. കരയണ്ട യോഹന്നാനെ, ഈ മുദ്രയെ ആരഴിക്കും? യോഹന്നാനെ, ഈ മുദ്രയെ പൊട്ടിക്കാൻ ശക്തിയുള്ള ആരുണ്ട്? ഓർത്ത് നീ കരയണ്ട, നിനക്ക് വേണ്ടി ഒരുവൻ പ്രത്യക്ഷനായി വന്നിട്ടുണ്ട്. എന്താണ് അവന്റെ പ്രത്യേകത എന്നറിയാമോ? അവൻ മരണത്തെ ജയിച്ചവനാണ്, അവൻ പാതാളത്തെ ജയിച്ചവനാണ്. ഈ രാത്രി പലവട്ടം ആലോചിച്ച് പ്രാർത്ഥിച്ചാണ് ആത്മാവ് എനിക്ക് ദൂത് നൽകിയത്. എങ്കിൽ ഇതിൻ്റെ അകത്ത് ചില സഹോദരങ്ങൾക്കെതിരെ, ചില സഹോദരിമാർക്കെതിരെ എനിക്കറിയാം, ശാരീരിക മണ്ഡലങ്ങളിലും മാനസിക മണ്ഡലങ്ങളിലും ആത്മാവോട് പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, ആമേ സുബോധം നഷ്ടപ്പെടുന്ന പോലെയുള്ള ചില അനുഭവങ്ങൾ, രാത്രിയിലെ ഉറക്കമില്ലാതെ സുബോധം നഷ്ടപ്പെടുന്ന പോലെ അനുഭവങ്ങൾ, സ്തോത്രം ചെയ്യുന്നു, ഒരു ഭ്രാന്തിയെ പോലെ നിന്റെ ജീവിതത്തെ അവസാനിപ്പിച്ചു കളയുമെന്ന് ദിവസമെണ്ണി കാത്തിരിക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ പരിശുദ്ധം പറയുന്നു, നിന്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തിയ രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങുവാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ഒരു മാതാവ് ഈ രാത്രി ശബ്ദം കേൾക്കുന്ന ആത്മ പറയുന്നു, മകളെ, നിന്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തിയ നീ കിടക്കുന്ന റൂമിലേക്ക് കയറുമെന്ന് കൂടെ കൂടെ നല്ല ശല്യപ്പെടുത്തുന്ന ആ ഇരുളിന്റെ ശക്തി നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ ഭവനത്തിനകത്ത് സ്തോത്രം ചെയ്യുന്നു രേഖ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ രാത്രി ആ രേഖ കീറുമെന്ന് മാത്രമല്ല, അവന്റെ കേന്ദ്രത്തിൽ നിന്ന് വച്ച സീലും മുദ്രയും ഈ രാത്രി പൊട്ടിച്ചു മാറ്റിയിട്ട് ആൾ മാറിയവളെ പോലെ നീ പുറത്തു വരുന്ന രാത്രി എന്ന് ഈ പ്രാരംഭ രാത്രിയിൽ സ്വർഗം ദൂത് പറയുന്നു. പ്രാപിച്ചോ? യെസ് 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 യെസ്. അടകമന ഹതുന ഘടക സന്തൽ ഖരാദി അർത്ഥനാജ വൈഡമാന കൗശേ രിഗതുനി ജഗപ്രൗഢം അനാദകസി. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞങ്ങൾക്ക് അധികാരം നൽകിയ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഈ ദൂത് ചില കുടുംബത്തിനകത്ത് വെളിപ്പെട്ടു വരികയാണ്. ശിഖനഘടക രഗതാനകസി അർത്ഥനാജ വൈഠമാനഘടകസിയാന്. യേശുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിച്ച ഒരു നിമിഷം അവരോട് ഇന്ന് രാത്രി ആത്മാവ് സംസാരിക്കുന്നു. ഒന്ന് വിളിച്ച് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ വളരെ ശക്തമായി പ്രാർത്ഥിക്കാൻ ആത്മാവ് ഇടപെടുകയാണ്. ജീവിതത്തോടുള്ള പിശാചിന്റെ വെല്ലുവിളികൾ വലുതാണ്. അന്തൽ കൗടരകസിയാന്, മരണത്തിൻ്റെ കരിനിഴലുകൾ, അന്തൽ വൈശസിയാന് ജീവിതത്തിനകത്ത് എത്തിപ്പിടിക്കുവാൻ വേണ്ടി അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയെ ആത്മാവിനെ കാണിക്കുകയാണ്. റിഗാന ഹസ്ത ശിമാന ഘടകസി. വളരെ പ്രാർത്ഥിച്ചുകൊള്ളുവാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. രിഗനഘടകസിയാന്. പുറമേ ഒന്നും കാണുന്നില്ല. യോർദാന്റെ പ്രത്യേകത, പുറമേ ഒന്നും അറിയാൻ കഴിയില്ല, പുറമേ ഒഴുക്കില്ല, പുറമേ നോക്കിയാൽ യോർദാൻ നിശ്ചലമായി കിടക്കുന്നു. പക്ഷേ അടിയൊഴുക്കുകൾ ജിമനാ രഗത്തുനാജകസി. മകളെ, ജീവിതത്തിൻ്റെ അകത്ത് നിന്റെ തകർച്ച കണ്ടിട്ട് അടങ്ങൂ എന്ന് പറഞ്ഞ് ശത്രു അടിയൊഴുക്ക് സ്തോത്രം ചെയ്യുന്നു ആരംഭിച്ചിരിക്കുന്നത് ആത്മാവിനെ ദർശിക്കുകയാണ്. വളരെ പ്രാർത്ഥകസിയാന്. വരുന്ന 11 ആഴ്ചകൾ റിമതുന് ഹന്തസ് കൈഡമലകസിയ പ്രാർത്ഥനയുടെ മൂർച്ചയെ കൂട്ടിക്കൊള്ളുവാൻ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് സ്തോത്രം ചെയ്യുന്നു. പുറപ്പാട് 15:12 നിന്നോടുള്ള ദൂതാണെന്ന് രാത്രി. മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, മോശയുടെ കൈ താഴുമ്പോൾ ഇസ്രായേൽ പരാജയപ്പെടും. ഈ രാത്രി നിന്റെ കരത്തെ ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ നീ തയ്യാറാകുക. രിഗന കഴിഞ്ഞകാലങ്ങളിൽ ആമേൻ മൂർച്ചയേറിയ അമ്പുകൾ നെഞ്ചിൽ തറയ്ക്കപ്പെട്ടവളായി അതുനാ ജഗസിയാന് വാക്കുകളുടെ പെരുപ്പം നിമിത്തം വേദനിക്കപ്പെട്ടവളായി നിന്നെ ഒതുക്കം നോക്കിയ ശത്രുവിന് മുമ്പിൽ സ്വർഗം പറയുന്നു, ഭാരപ്പെടുന്ന ദൈവാത്മാവ് നിനക്ക് വേണ്ടി ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ പോകുകയാണെന്ന് യഹോവയുടെ ആത്മാവ് രാത്രി ദൂത് പറയുന്നു. വിവേചിച്ച് ദൂതറ്റെടുക്കാൻ ആത്മാവ് രാത്രി ബുദ്ധി ഉപദേശിക്കുക. എത്ര ചെയ്ത് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. 11 ആഴ്ചകൾ വളരെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനയുടെ മൂർച്ചയെ വർദ്ധിപ്പിക്കാൻ ദൈവാത്മാവ് രാത്രി ബുദ്ധി ഉപദേശിക്കുക. എത്രയോ ചെയ്യുന്നത് യേശുവിൻ്റെ നാമത്തിൽ ജീവനെടുക്കുന്നു. കരമുയർത്തി സ്തോത്രം പറഞ്ഞു ശക്തിയോടെ
മോനെ അങ്ങറ്റിരിക്കുന്ന മോനോട് ആത്മാവ് രാത്രി പ്രവചിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. എനിക്ക് വചനം പറയാൻ കൂടുതൽ ഇഷ്ടം. പരിശുദ്ധാത്മാവിൻ്റെ രാത്രി നിർബന്ധിക്കുകയാണ്. രികന ജഗപ്രൗഢമനകസിയാന, നിന്റെ ഭവനത്തിൻ്റെ അകത്തളത്തിൽ തീരാ ദുഃഖങ്ങൾ കൊണ്ടുവന്ന്, അന്തൽ വൈശസിയാന, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കൊണ്ടുവന്ന്, രികതുന ഘടകസിയാന, നിന്റെ ജീവിതത്തെ നശിപ്പിക്കുവാൻ ശത്രു വാദം പറഞ്ഞു നിൽക്കുന്നൊരു വെളിപ്പാട് കാണുകയാണ്. നീ വളരെ പ്രാർത്ഥിക്കുവാൻ ആത്മാവ് ഇടപെടുന്നു. നിന്റെ 16-ാമത്തെ വയസ്സ് മുതൽ രഗനെ ഹസ്തുൽ കടാതകസിയാന, എൻ്റെ ആത്മാവിൻ്റെ പ്രത്യേക കാഴ്ചപ്പാട് നിന്റെ മേലുണ്ട്. ലോകസ്ഥാപനത്തോട് നിന്നെ തിരഞ്ഞെടുത്തെങ്കിലും 16-ാമത്തെ വയസ്സ് മുതൽ ശത്രു നിന്റെ പ്രാണനെതിരെയും നിന്റെ ഭാവിക്കെതിരെ വെല്ലുവിളിക്കുന്നത് കൊണ്ട് എൻ്റെ ആത്മാവിൻ്റെ നാമത്തിന് വേണ്ടി നിന്നെ വേർതിരിക്കുന്നു എന്ന് ആത്മാവ് ദൂത് പറയുന്നു. ചില രാജ്യങ്ങളിൽ ചെന്ന് നിന്റെ നാമത്തെ ഉയർത്തുവാൻ ഞാൻ നിന്നെ കണ്ട ദൈവമാണ്. പക്ഷേ പലപ്പോഴും ആത്മീക ജീവിതം ക്ലിയർ അല്ലെന്നും ആത്മീക മണ്ഡലത്തിൽ നീ നിൽക്കുന്നു എന്ന് തോന്നുന്നെങ്കിലും രഗതൽ പൗഡ കേടുപറ്റിയ ഒരു പാവയ്ക്കയെ പോലെ, കേടുപറ്റിയ ഒരു കൃഷി വസ്തുവിനെ പോലെ, ഒരു പച്ചക്കറി ഒരു വൃക്ഷത്തെ പോലെ പുറമേ കണ്ടാൽ കുഴപ്പമില്ല, അകത്തളത്തിൽ രഗതന പിശാച് ആകാത്ത ചിന്തകളിട്ട് ആകാത്ത റൂട്ടുകൾ നിന്നെ കൊണ്ടുപോയി നശിപ്പിക്കുവാൻ പ്ലാടുന്നൊരു കാഴ്ച കാണുന്നു. ഈ രാത്രി ആത്മാവിനെ മടക്കി വരുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്നുകൂടി ആത്മ പറയുന്നു, ഈ ജനം ആധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയം കൊണ്ട് ദൂരെ തകർന്നിരിക്കുന്നു. പരിശുദ്ധ പറയുന്നു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. എൻ്റെ അഭിഷക്ത ദാസനായി എൻ്റെ മഹത്വമുള്ള നാമത്തിലൂടെ ഓടുവാൻ, മുന്തിരിത്തോട്ടങ്ങൾ തോറും കയറി അധ്വാനിക്കാൻ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത് കൊണ്ട് ഒന്നുകൂടെ ഒരു പടി കൂടെ കയറി വരുവാൻ ആത്മാവ് ദൂത് പറയുന്നു. അർത്ഥന വൈഠമനാദികസിയാന റിഖതുന ഹസി ഹമ ഹലി റോസികൽ ഖൗഠി മനേഹം സോറിയ അർത്തുൽ ഖൗഡനാദികസിയാന. ഓ റിഖതുനെ ഇരമിയാവിനോട് ഞാൻ സംസാരിച്ചതുപോലെ, യെശയ്യാവിനോട് ഞാൻ സംസാരിച്ചതുപോലെ നിന്നോട് ഞാൻ സംസാരിക്കാൻ പോകുകയാണ്. എന്റെ ശബ്ദം നിന്നെ കേൾപ്പിക്കാൻ പോകുകയാണ്. ഈ രാത്രി കൊതിയുണ്ടെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്ക്, എന്റെ കരം നിന്നെ തൊടാൻ പോകുകയാണ്. ശീവൽ പൗഡമസിയാന. കൊതിയേറുന്നേ അരികിൽ വരാ, തിരുപ്പാദത്തിൽ കിടന്നിടുവാൻ. ഓ താതന്റെ മാറുവല്ലേ ചൂടനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്, താതന്റെ മാർവല്ലേ ചൂടനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളിൻ്റെ കാര്യം പറയാം. ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരാളിൻ്റെ കാര്യം, എൻ്റെ സ്വന്തം കുടുംബത്തിലുള്ള ഒരാളിൻ്റെ കാര്യം പറയാം. സഭയ്ക്കകത്ത് ഒരു എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു സഹോദരനായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ സംഭവിച്ച കേൾക്കണമോ, ദൈവസഭയിൽ നല്ല ഭക്തനായിരുന്നു. ആരോടൊക്കെ ദൈവം നിരാത്രി സംസാരിക്കുകയാണ്. എൻ്റെ സുഹൃത്ത് നിങ്ങൾക്കറിയാം, പരിശുദ്ധമ എന്ത് പറയുന്നു അത് അതുപോലെ പറയുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് മുഖസ്തുതി പറയാൻ അറിയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ സഭയ്ക്കകത്തുള്ള എല്ലാ കാര്യങ്ങളും നോക്കാം. അവസാനത്തെ പായ് മടക്കിയിട്ടേ വീട്ടിൽ പോകത്തുള്ളൂ. പക്ഷേ ഒരിക്കൽ ഈ ബൈപ്പാസിൽ വെച്ച് ഈജപ്പുരിക്കടുത്ത് വെച്ചെന്നാണ് എൻ്റെ ചിന്ത. സ്തോത്രം ചെയ്യുന്നു. അവൻ ഒരു ജോലിക്ക് പോയിട്ടിങ്ങനെ പോകുമ്പോൾ ഒരു കാർ വന്ന് അവനെ പെട്ടെന്ന് ഇടിച്ച് അവനെ തെറിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. വാഹനം കടന്നുപോയി. കേസെടുക്കാനോ ക്ലെയിം ചെയ്യാനോ ഒന്നും പറ്റിയില്ല. നല്ല കേട് ശരീരത്തിനുണ്ടായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു, നിൻ്റെ നെഞ്ചിൻ്റെ ഭാഗം, ഹൃദയത്തിൻ്റെ ഈ ഭാഗം ഇങ്ങനെ പിളർക്കുന്നത് പോലൊരു കാഴ്ച കാണുകയാണ്. അങ്ങനെ തന്നെ ആത്മാവ് പറഞ്ഞു. അന്ന് വന്ന് ദൈവദാസൻ പറഞ്ഞു, ഒരു പ്രായമുള്ളൊരു പിതാവ്. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ വാവിട്ട് കരഞ്ഞു. നീ മടങ്ങി വരാൻ പറഞ്ഞു. സോദരം, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കൊച്ചു കാര്യങ്ങളെന്നും നമുക്ക് തോന്നുന്ന പലതും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വലുതാണ്. സോദരം, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. മടങ്ങി വരാൻ പറഞ്ഞു. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ വാവിട്ട് സ്തോത്രം ചെയ്യുന്നു. അന്തം വിട്ടിരിക്കുകയാണ് പാസേ. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, പാസേ ഞാൻ ഇവന് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ഇവൻ മാനസാന്തരപ്പെടണം. ഞാൻ ചോദിച്ചു, എന്തോന്ന് പാപം? ജോലിക്ക് പോകുമ്പം പരസ്പരം ചീത്ത വല്ലതും പറയുമായിരിക്കും. അതൊന്നുമല്ല. അല്പസമയം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് ഓരോരുത്തരായി പ്രാർത്ഥിച്ചു വന്നു. ഇവൻ്റെ പ്രാർത്ഥന സ്ഥലം വന്നപ്പോൾ ഇവൻ ആത്മാവിൽ നിലവിളിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ഞാൻ ആ പാപം ചെയ്തേ, ഈ പാപം ചെയ്തേ, പച്ചയ്ക്ക് പറയുന്നില്ല. അപ്പൻ്റെയും അമ്മയുടെയും
സ്വതന്ത്രം ചെയ്യുന്നു. കുടുംബത്തിലുള്ളവരുടെയൊക്കെ മുമ്പിൽ വെച്ച് വാവിട്ട് നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഞാൻ ആ പാപം ചെയ്തു, ഈ പാപം ചെയ്തു. ശ്രദ്ധകൾക്കിടെ അന്ന് രാത്രി ദൈവം അവൻ്റെ മേലുള്ള ന്യായവിധി മാറ്റി. ദൈവം അവനെ വിദേശത്ത് അയച്ചു. സ്വതന്ത്രം ചെയ്യുന്നു. അവൻ്റെ മേലുള്ള വിളി സുവിശേഷ വേലയ്ക്കുള്ള വിളിയായിരുന്നു. പക്ഷേ അവന് പണമുണ്ടാക്കണമെന്നൊരൊറ്റ ആഗ്രഹമായിരുന്നു. വിദേശത്ത് പോയി കറങ്ങിത്തിരിഞ്ഞ് 1 മാസം കട്ടി നിന്നില്ല. തിരിച്ചു വരുന്നു. ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഇറങ്ങുന്നു. ആത്മഹത്യ ചെയ്യാൻ റെയിൽവേ ട്രാക്കിലേക്ക് പോകാനുള്ള പ്ലാനിൽ വരുന്നു. പക്ഷെ ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തെ വെയിറ്റ് ചെയ്ത് പിടിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നു. എന്നോട് പറഞ്ഞു, വേണ്ട, വരണ്ട, എന്നെ കൊണ്ടുപോകാൻ വരണ്ട, ഞാൻ വീട്ടിൽ വന്നോളാമെന്ന് പറഞ്ഞു. പ്ലാൻ ഇതായിരുന്നു. ഞങ്ങളെ പിന്നീട് അറിയിച്ചു. കേൾക്കണോ, ഇന്ന് കർത്താവ് തൻ്റെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതിയില്ലാതെ ഏത് വഴിക്ക് പോയാലും ദൈവം പിടിക്കുകയെ പരിശുദ്ധാത്മാവ് രാത്രി ദൂതറിയിക്കുകയാണ്. കരമുയർത്തി സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജീവനെടുത്ത് ആരാധിക്കുന്നു. വളരെ ശ്രദ്ധിക്കൂ. സ്തോത്രം. നമുക്കെതിരെ പിശാച് രേഖ എഴുതി വെച്ചിട്ടുണ്ട്. എന്നോട് വെല്ലുവിളിച്ചതാണ്. 90 ദിവസം കഴിയില്ലെന്ന് വെല്ലുവിളിച്ചു. 3 മാസം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ഇന്ന് വെല്ലുവിളിച്ച പലരും ഭൂമിയിലില്ല. എൻ്റെ കൂടെ വന്ന ഞങ്ങളുടെ സഭയിലൊരു പയ്യനാണ്, ഞങ്ങളുടെ കൊയറിലെ ഒരാളാണ്. സ്തോത്രം. ഇന്ന് സഭയിൽ എനിക്കെതിരെ വെല്ലുവിളിച്ചവരാരും ഭൂമിയിലില്ല. സ്തോത്രം ചെയ്യുന്നു. ഞാൻ ചെറിയവനാണെങ്കിലും ഞാൻ കഴുതയാണെങ്കിലും എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന കർത്താവ് വലിയവനാണ്. ഇന്ന് രാത്രി നമ്മളൊക്കെ എളിയവരാണെങ്കിലും ലോകത്തിൽ ചെറിയവരാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന കർത്താവ് വലിയവനായതുകൊണ്ട് നമ്മൾ പരാജയപ്പെടുകയില്ല. സ്തോത്രം ചെയ്യുന്നു. കേൾക്കണോ, എൻ്റെ ഫോട്ടോ സ്തോത്രം ജംഗ്ഷനിൽ ഫോട്ടോ വെച്ചിട്ടുണ്ട്, ബോർഡിൽ വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഒരിക്കലും അങ്ങനെ വച്ചുപോയതാണ്. അപ്പോൾ ഈ ഫോട്ടോ എടുത്തു കൊണ്ടുപോയി 3 മാസം വിധി പറഞ്ഞ് കോട്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഞങ്ങളുടെ അവിടെ. കോട്ടൂർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതിന് പേരുകേട്ട സ്ഥലമാണ്. കോട്ടൂരത്തെ ബന്ധനം എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള ബന്ധനമാണ്. കോട്ടൂർ കുറ്റിയടിച്ചുള്ള പരിപാടി എന്നൊക്കെ പറയും. അതിൻ്റെ വിദഗ്ധമായ സംഭവം എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളും അങ്ങനെ ഒരു മേഖലയിൽ നിന്ന് വന്നതുകൊണ്ട്. സോദരം, അവിടെ ചെന്നൊരു ഒരാളിൻ്റെ പേര് പറഞ്ഞ് കുറ്റിയടിച്ചാൽ അരളി എന്ന് പറയുന്ന ചെടിയുണ്ടല്ലോ, അരളിച്ചെടി, അരളിച്ചെടിയുടെ കമ്പാണ് കൂടുതൽ അവിടെ താഴ്ത്തുന്നത്. പിന്നെ മുരിങ്ങ, പിന്നെ പ്ലാവിൻ്റെത് കമ്പ്. ഈ താഴ്ത്തിയ കുറ്റി കിളിർത്താൽ ആർക്കെതിരെയാണോ ചെയ്തത് ആ മനുഷ്യൻ മരിച്ചു പോകും. ഞങ്ങളുടെ സഭയിലെ സെക്രട്ടറിയുടെ മകൻ, 23 വയസ്സുള്ള മകൻ, ക്യാൻസർ ഒന്ന് മരിച്ചു. ഞങ്ങളുടെ സഭയിലെ അംഗമായിരുന്നില്ല അന്ന്. മരണം കഴിഞ്ഞ് കുറേ മാസങ്ങൾ കഴിഞ്ഞാണ് ഞങ്ങളെ കാണുന്നത്, ഞങ്ങളെ പരിചയപ്പെടുന്നത്. ഞാൻ പറഞ്ഞു, അന്ന് കൃപയാൽ സ്വന്തം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അവൻ്റെ ആയുസ് പിശാച് കൊണ്ടുപോകില്ല. കാരണം മരണത്തിന് വിധിക്കപ്പെട്ട ക്യാൻസർ രോഗിയായിരുന്ന എൻ്റെ ഭാര്യയെ കർത്താവിൻ്റെ കൃപയാൽ സ്തോത്രം ചെയ്യുന്നു ദൈവം വിടുവിച്ച് ഞങ്ങൾക്ക് നൽകാനിടയായി. പ്രാർത്ഥനയുടെ ഫലമായിരുന്നു. ശ്രദ്ധിക്കൂ. അപ്പോൾ ഇവനിങ്ങനെ മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് കിടക്കുമ്പോൾ അവൻ പറഞ്ഞു, അതാ കുറ്റിയടിക്കുന്നു, കുറ്റി കിളിർക്കുന്നു. ഇങ്ങനെ ഒരു വിളി അവൻ വിളിച്ചു. പിന്നീട് കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് അവൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരോ കൊച്ചപ്പന്മാരുടെ കുടുംബത്തിനകത്തുനിന്ന് ഇവരെ തിരിച്ച് അവരുടെ ക്ഷേത്രാചാരങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി അരളിക്കം പഠിച്ച ഭാഗം അറിഞ്ഞത് അത് കിളിർക്കാനിടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി കേൾക്കണോ, കോട്ടൂർ വനത്തിനകത്ത് ഞാൻ പോയിട്ടുണ്ട്. അവിടെ പല ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഒരു വരച്ചിരിക്കുന്ന ബോർഡെന്ന് പറഞ്ഞാൽ ഒരാളുടെ കൈയെടുക്കുന്നതിന് ഇത്ര രൂപ, തലയെടുക്കാൻ ഇത്ര രൂപ. സ്തോത്രം ചെയ്യുന്നു. അതിന് പ്രത്യേക ഹോമങ്ങളുണ്ട്, പൂജകളുണ്ട്, പണച്ചെലവുകളുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അവിടെ ചെന്ന് ഹോമം നടത്തിയാൽ, അവിടെ ചെന്ന് പൂജിച്ചാൽ ആ പൂജയുടെ ശക്തി നിസ്സാരമായിരിക്കത്തില്ല, ശക്തമായ വെല്ലുവിളിയായിരിക്കും. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മുമ്പിൽ അതൊരു വെള്ളത്തിൽ വീണ 5 രൂപയുടെ പടക്കം പോലെയായി മാറും. കരമരുത്തി സ്തോത്രം ചെയ്താട്ടെ. അത്രയും വരത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്തോത്രം പറ ദൈവസന്നിധിയിൽ. അങ്ങനെ സ്തോത്രം, എവിടെ ദൈവമക്കൾ ജീവിക്കുന്നുവോ, ഏത് ദേശത്ത് ദൈവമക്കൾ ജീവിക്കുന്നുവോ, വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്നുവോ, അവർക്ക് എതിരെ ഇവിടുത്തെ ലോകവും ഇവിടുത്തെ പിശാചും രേഖ എഴുതും, മുദ്ര വയ്ക്കും. പക്ഷേ 7 മുദ്രയെ പൊട്ടിക്കാൻ കഴിവുള്ള കർത്താവ്, അന്ന് 7 മുദ്രയെ പൊട്ടിക്കാൻ ശക്തിയുള്ള കർത്താവ് ഇന്ന് രാത്രി നിന്റെ 1 മുദ്രയെ പൊട്ടിക്കാതിരിക്കുകയില്ല. വിശ്വസിച്ചോ? ഈ ദൂത് പറയുമ്പോൾ വിശ്വസിച്ചോ? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കേൾക്കൂ, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കൂ. എബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങൾ തിരുവെഴുത്ത് കേൾക്കുന്നവരാണ്, ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. എബ്രായർ 1:3 ഒന്നുകൂടെ വായിച്ചേ, ശരിയായി വായിച്ചേ. അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും
അത് തന്നെ 3 പ്രസംഗമാണ്. അവൻ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തി കൊണ്ട് വഹിക്കുന്നവനും. രണ്ടാമത്തെ ഭാഗം, നമ്മുടെ കർത്താവ് മുദ്രകളെ പൊട്ടിക്കുന്നവൻ എന്ന് പറയാൻ കാരണം നമ്മുടെ കർത്താവ് തത്വത്തിൻ്റെ മുദ്രയാണ്. പ്രൈസ് ലോർഡ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആളത്വത്തിൻ്റെ പ്രതിച്ഛായയാണ് നമ്മുടെ കർത്താവ്. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ, പിതാവായ ദൈവത്തിൻ്റെ ആളത്വത്തിൻ്റെ പ്രതിച്ഛായയാണ്, എക്സ്പ്രസ് ഇമേജ് ഓഫ് ഹിസ് പേഴ്സൺ. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തിരിക്കുന്ന യേശു അവൻ ദൈവത്തിൻ്റെ ആളത്വത്തിൻ്റെ പ്രതിച്ഛായയാണ്. ദൈവത്തിൻ്റെ ആളത്വത്തിൻ്റെ പ്രതിച്ഛായയായ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്നിടത്തോളം കാലം നമുക്കതിനെ മനുഷ്യനുണ്ടാക്കി വയ്ക്കുന്ന ഒരു മുദ്രയും അവിടെ ഇരിക്കുകയില്ല. വിശ്വസിച്ചോ? യേശു നിന്റെ കൂടെ ഉണ്ടെന്നല്ല, യേശു നിന്റെ കൂടെ നടക്കുന്നു എന്നല്ല, യേശു നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്നു. അവൻ തത്വത്തിൻ്റെ മുദ്രയാണ്. നീ ഇതിനകത്ത് ധൈര്യത്തോടെ പറ, പിശാചേ നിനക്കെന്നെ തോൽപ്പിക്കാമെങ്കിൽ തോൽപ്പിക്ക്, എന്നെ കൊല്ലാന്ന് പറ്റുക കൊന്ന്, എന്നെ തലവരെ നശിപ്പിക്കാൻ പറ്റുക നശിപ്പിക്ക്, പറ്റത്തില്ല, എനിക്ക് ധൈര്യമുണ്ട്. എൻ്റെ അകത്തിരിക്കുന്നത് ഏതൊരു മുദ്രയെ പൊട്ടിക്കാൻ കഴിവുള്ള തത്വത്തിൻ്റെ മുദ്രയാണ്. തയ്യാറാകും. തൻ്റെ ഇടത്തോടെ പറയാൻ ഈ രാത്രി എത്ര പേർ തയ്യാറാകും? യേശുവിൻ്റെ നാമത്തിൽ ഈ നമ്മുടെ പദവി, നമ്മുടെ റോയൽറ്റി, നമ്മുടെ സ്ഥാനം, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അവകാശം തിരിച്ചറിയാതെ പോയാൽ നാം പലപ്പോഴൊക്കെ നിലവിളിക്കേണ്ടി വരും. നമ്മളൊക്കെ കൂടെ കൂടെ കയ്യും കാലും വിട്ടടിച്ച് എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് വേദനിക്കേണ്ടി വരും. പക്ഷെ സ്വർഗ്ഗം രാത്രി പറയുന്നു, നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്നവനെ കുറിച്ചുള്ള വ്യക്തമായി ബോധ്യം നിനക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യുന്നു. യഹൂദനായിരുന്ന, സ്തോത്രം ചെയ്യുന്നു, ദൈവഭക്തനെതിരെ തിരിഞ്ഞ ഒരു ദുഷ്ടനായ മനുഷ്യൻ. ബൈബിളിൻ്റെ സംഭവങ്ങൾക്കറിയാൻ നിരന്തരം കേൾക്കുന്നവരാണ്. കഥ പറയാൻ ആഗ്രഹിക്കുന്നതിന് ദൂത് മാത്രം തൊടട്ടെ. എന്നാൽ അവൻ്റെ ആഗ്രഹം യഹൂദന്മാരെ നശിപ്പിക്കണം. അവൻ്റെ ആഗ്രഹം യഹൂദ വംശത്തെ മുടിച്ചു കളയണം. അവൻ, സ്തോത്രം, രേഖ എഴുതി ഉണ്ടാക്കി ആ രാജ്യത്തിലെ രാജാവിൻ്റെ മോതിരം കൊണ്ട് മുദ്രയും അവനുണ്ടാക്കി. അല്ലേ? സ്തോത്രം ചെയ്യുന്നു. പക്ഷേ സങ്കീർത്തനം 149 സങ്കീർത്തനം അതിൻ്റെ 6-ാം വാക്യം എന്നാണ് എഴുതി. ഒന്ന് വായിച്ചേ. 149 സങ്കീർത്തനം 6-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്, യെസ്, അവരുടെ വായിൽ ദൈവത്തിൻ്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായുത്തിലുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. കണ്ടോ? സ്തോത്രം ചെയ്യുന്നു. ആമേൻ. വായിൽ ദൈവത്തിൻ്റെ പുകഴ്ചകളും കയ്യിൽ ഇരുവായുത്തലയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. വളരെ ശ്രദ്ധിച്ചെന്ന് രാത്രി ഈ ദൂതിനോട് നിങ്ങൾ ചേർന്ന് വരണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കരമുയർത്തി കർത്താവിൻ്റെ രാത്രി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം ചെയ്യുന്നു. കേൾക്കണേ, യഹൂദ എന്ന് പറയുന്ന ജനത്തെ നശിപ്പിക്കുവാൻ ഒരു പറ്റം ആളുകൾ തയ്യാറായി. അതിന് മുമ്പിൽ നിൽക്കുന്ന ദുഷ്ടനായ ഹാമാൻ, അവൻ്റെ രേഖയ്ക്ക് സീല് വെച്ചു കൊടുത്ത ദുഷ്ടനായ രാജാവ്. പക്ഷെ ഇവിടെ വായിച്ചത് അവരുടെ രാജാക്കന്മാരെ, സ്തോത്രം ചെയ്യുന്നു. ഒന്ന് വായിക്കുമോ ആ ഭാഗം? അടുത്ത വാക്യം. യെസ്. എന്തിനെന്നറിയാമോ? വായിച്ചോ. ജാതികൾക്ക് പ്രതികാരം, വംശങ്ങൾക്കും ശിക്ഷയും നടത്തേണ്ടതിനും. കണ്ടോ? സ്തോത്രം ചെയ്യുന്നു. നീ നിനക്കെതിരെ എഴുതിയ രേഖയിൽ മുദ്രയിട്ട രാജാക്കന്മാരുണ്ടല്ലോ, ദേശത്തിന് അധിപതി വേണ്ടല്ലോ. കഴിഞ്ഞ ഞായറാഴ്ച സഭയിൽ പ്രസംഗിച്ചപ്പോൾ കയറി വന്നൊരു ഭാഗമാണ് അതാത് ദേശത്തിൻ്റെ അധിപതികൾ. ഓരോ ദേശത്തിനും ഓരോ അധിപതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ആ വീട്ടിലെ പെൺകുട്ടി, ഇവിടെയാണ് ഈ പെരുമ്പാവൂരിനടുത്ത്, മൂവാറ്റുപുഴയ്ക്കും പെരുമ്പാവൂരിനിടയിൽ കീഴില്ലം എന്നൊരു സ്ഥലമുണ്ട്. ഒരു പെൺകുട്ടി, അവൾ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഒരു സ്റ്റാഫാണ്, അവിടുത്തെ ഒരു അധ്യാപികയാണ് അവൾ. സ്തോത്രം. അവൾ വാദിക്കാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. ഞാൻ പറഞ്ഞു, ഞാൻ യാത്ര ചെയ്ത് വന്നത് നിൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, വിദേശത്തായിരിക്കുന്ന നിൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് ഞാനിപ്പോൾ ബൈബിളിൽ നിന്ന് പറഞ്ഞ് കേൾക്കണം. അവൾ പറഞ്ഞു, ഞാൻ കേൾക്കാം, ന്യായമായത് കേൾക്കാം. അവൾ പറഞ്ഞു, ഓരോ ദേശത്തിന് ഓരോന്നുണ്ടെന്ന് പറയുന്നത് ശരിയല്ല, ഇതെല്ലാം ഒന്നാണെന്ന് പറഞ്ഞു. പറഞ്ഞു വന്നപ്പോൾ അവൾ ദൈവത്തിന് നെടുമാട വീണു. അവിടെ അമ്മയിൽ നിന്ന് പൈശാചിക ശക്തി കൂടെ ഇളകി. പിശാചി പറഞ്ഞു, ഞങ്ങളൊക്കെ പിശാചുക്കളാണേ,
യേശു മാത്രമാണ് ദൈവം. ഇത് കേട്ടതും അവൾ മുട്ടുമടക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങളുടെ മനസ്സിൻ്റെ മനസാക്ഷി ഒന്നുകൂടെ തൊട്ടുണർത്തിക്കൊണ്ട് ഈ രാത്രി പറയുന്നു, ഓരോ ദേശത്തിന് അധിപതികളുണ്ട്. അതിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് രാജാക്കന്മാർ. ഒന്നുകൂടെ പറഞ്ഞാൽ ബലവാന്മാർ. ഇവന്മാരെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ഇവൻ്റെ കയ്യിൽ നിന്ന് കോപ്പ് കവർന്നിറങ്ങാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ രാജാക്കന്മാരുടെ അരക്കച്ച അഴിക്കാൻ, അരക്കച്ച അധികാരത്തെ കാണിക്കുന്നു. അവൻ്റെ അധികാരത്തെ താഴെയിറക്കാൻ, അവൻ്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടാൻ നിന്റെ കയ്യിൽ വാളുണ്ടായിരിക്കട്ടെ, നിന്റെ വായിൽ ദൈവത്തിന് പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. ഇനി കേൾക്കൂ, കയ്യിലുള്ള വാളിൻ്റെ ഉപയോഗം എന്തെന്നറിയാമോ? എബ്രായർ 4:12 ഈ വാള് ഇരുവായ്ത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയാണ്. ഇതിന് ഉപയോഗം എന്തെന്നറിയാമോ? 20 വർഷം കൊണ്ട് ഇസ്രായേൽ ജനത്തെ നശിപ്പിച്ച 900 ഇരുമ്പ് രഥങ്ങളും 1800 കുതിരകളും 899 സ്തോത്രം ചെയ്യുന്നു രഥനായകന്മാരും അടങ്ങിയ വലിയ സൈന്യമുള്ള സീസരയുടെ ശക്തിയെ പരാജയപ്പെടുത്താൻ ദെബോരയുടെയും ബാരാക്കിൻ്റെയും നേതൃത്വത്തിൽ ദൈവം ഉപയോഗിച്ച 10,000 കാലാളുകൾ, അവരുടെ കയ്യിലുണ്ടായിരുന്ന 10,000 കാലാളുകളുടെ കയ്യിലുണ്ടായിരുന്ന വെറും വാളുകൾ, വാളിൻ്റെ വൈത്തലയാൽ സീസറയുടെ ഇരുമ്പ് രഥങ്ങളിലുള്ള 899 രഥനായകന്മാരുടെ കഴുത്ത് വിച്ഛേദിക്കപ്പെട്ടു. ഞാൻ മുമ്പൊരിക്കൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ഭാഗം എനിക്ക് ഓർമ്മയുണ്ട്. കഴുത്ത് വിച്ഛേദിക്കപ്പെട്ടു, രഥങ്ങൾ കൂട്ടിയിടിച്ചു. അന്ന് വൽഗീതത്താൽ, ശൂരവൽഗീതത്താൽ കുതിരക്കുളമ്പുകൾ ഹട്ടനം ചെയ്തു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഇന്ന് രാത്രികൾക്ക് നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന വചനമെന്ന വാളുകൊണ്ട് നിനക്ക് രാജാക്കന്മാരുടെ അരക്കച്ചകളെ അടിക്കാൻ കഴിയും. ഇന്ന് രാത്രിയിൽ നിന്റെ കുടുംബത്തെ ഭരിക്കുവാൻ ദേശത്ത് എഴുന്നേൽക്കുന്ന ചില രാജാക്കന്മാരുടെ ശക്തികളെ, ഉടമന റിമന ഘടകസിയ ദേശത്തിന്റെ അധിപതിക ശക്തിയെ, നിന്റെ വീട്ടിനെ ഭരിക്കുന്ന, നിന്റെ നാട്ടിൽ ഭരിക്കുന്ന ജീസസ് ചില അന്ധകാര ശക്തിയെ ഈ രാത്രി പരാജയപ്പെടുത്തുവാൻ, അവിടെ അരക്കച്ച് കഴിക്കുവാൻ നിന്റെ കയ്യിൽ വാളുണ്ടായിരിക്കട്ടെ. വാളുണ്ടായിരുന്നാൽ പോരാ, ഈ രാത്രി ആ വചനമെന്ന വാൾ നീ എടുത്തുപയോഗിക്കാൻ തയ്യാറാകുക. പോരാ, ഈ രാത്രി ഇങ്ങനെ സ്തുതിച്ചാൽ പോരാ, ഇങ്ങനെ ദൈവമക്കൾ സ്തോത്രം ചെയ്താൽ പോരാ. നമ്മൾ യഹൂദാഗോത്രത്തിന് സിംഹത്തിന് കുട്ടികളാണ്. യുദ്ധത്തിന് വേണ്ടി ദൈവസഭ തയ്യാറാകട്ടെ. ഒരു വലിയ യുദ്ധത്തിന് വേണ്ടി ദൈവസഭ തയ്യാറാകട്ടെ. ഇതൊരു സ്പിരിച്വൽ വാർഫെയർ ആണ്, ഇതൊരു ആത്മീയ യുദ്ധമാണ്. ഈ രാത്രിയിൽ അതാത് ദേശത്തിന്റെ അധിപതികൾ പരാജയപ്പെടുകയാണെന്ന് പരിശുദ്ധ ദൂത് പറയുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർക്കറിയാം അവിടെയുള്ള സഭകളുടെ വളർച്ചയുടെ പ്രത്യേകത. അവിടെയുള്ള സഭയിൽ ജനം കൂടുവാനുള്ള കാരണം എന്ന് പറയുന്നത് അതാത് ദേശത്തെ പ്രയർ സെല്ലുകളുണ്ട്, ഏരിയ പ്രയറുകളുണ്ട്. നമ്മുടെ നാട്ടിലും സ്തോത്രം ചെയ്യുന്ന ഏരിയ പ്രയറുകളുണ്ട്. പക്ഷേ അതുപോലെ സക്സസ് അല്ല, അത്രയും പ്രയോജനം ഇവിടെ ചെയ്യുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അവിടെ പോയിട്ടുള്ളവർക്കറിയാം ഏരിയ പ്രയറുകളുണ്ട്. എന്തിനാണ് ഞങ്ങളുടെ സഭയ്ക്ക് ഏരിയ പ്രയറുകളുണ്ട്? എന്തിനാണെന്ന് അറിയാമോ ഇത് വയ്ക്കുന്നത്? ഓരോ ഏരിയയിലൂടെ അധിപതിയുടെ തലയെ വെട്ടിമാറ്റാൻ വേണ്ടിയാണ്. ഓരോ ഏരിയയിലൂടെ അധിപതിയുടെ അരക്കച്ച അടിക്കാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രി നീ പാർക്കുന്ന ഭവനം, നീ താമസിക്കുന്ന വീട്, പിന്നെ അവിടെ നിന്ന് ചുറ്റളവിൽ ഒരു 4, 5, 3 കിലോമീറ്റർ നീ ആത്മാവിൽ കണ്ടിട്ട് നീ ഇവിടെ ഇരുന്നത് പറ, എൻ്റെ ദേശത്തെ ഭരിക്കുന്ന ദേശത്തിലെ രാജാവേ, നിന്റെ അരക്കച്ച അഴിക്കാൻ പോവുകയാണെന്ന് രാത്രി. എൻ്റെ കയ്യിൽ വാളുണ്ട്, എൻ്റെ കയ്യിൽ അധികാരത്തിന് വാളുണ്ട്, എൻ്റെ കയ്യിൽ വചനമെന്ന വാളുണ്ട്. ഈ രാത്രി ഞാൻ നിന്റെ അരക്കച്ച അഴിക്കാൻ പോവുകയാണ്. ആർക്ക് രാത്രി ധൈര്യത്തോടെ ദൂതനോട് പറയാൻ കഴിയും? പറയുന്നെങ്കിൽ ഓർത്തോ, നിനക്ക് വിരോധമായി എഴുതി വെച്ച രേഖ ഈ രാത്രി 2ആയി കീറും എന്ന് മാത്രമല്ല, ചില മുദ്രകൾ ഈ രാത്രി അഴിയും. രക്തം ജാനം വൈഡവരച്ചം ദൂരവച്ചസിയ യേശുവിന്റെ രക്തം വചനം ദൈവത്തെ ആരാധിക്കുന്നു. ശ്രദ്ധിക്കൂ, രാജാവ് രാജമോതിരം കൊണ്ട് വെച്ച മുദ്രയെ തിരിച്ച് രാജമോതിരം കൊണ്ട് തിരിച്ച് മുദ്ര എഴുതേണ്ടി വന്നു, തിരിച്ച് രേഖ എഴുതേണ്ടി വന്നു. അല്ലേ? ഇതല്ലേ നമ്മുടെ ദൈവത്തിൻ്റെ കരം? അങ്ങനെയെങ്കിൽ ഏത് മുദ്രയും ഈ രാത്രി പൊട്ടും. ഏത് മുദ്രയും ഈ 1-ാമത്തെ രാത്രിയിൽ പൊട്ടും. ഏത് മുദ്രയും 1-ാമത്തെ രാത്രി അഴിയും. നിന്റെ ശരീരത്തിനകത്താണ് അവന് മുദ്ര വെച്ചത്, നിന്റെ ഉദരത്തിനകത്താണ് അവന് മുദ്ര വെച്ചത്. ബ്രദർ, നിന്റെ കാലിന്റെ അകത്ത്, അസ്ഥിക്കകത്താണോ അവൻ മുദ്ര വെച്ചത്? ഈ രാത്രി മുദ്ര പൊട്ടും. പ്രാപിച്ചോ.
ഈ രാത്രി ആരൊക്കെയോ ശരീരത്തിൽ വിടുതൽ അനുഭവിക്കുന്നു. ഈ രാത്രി ആരുടെയൊക്കെ ബന്ധനങ്ങൾ അറ്റുമാറുന്നു. ഈ രാത്രി ആരുടെയൊക്കെ ശരീരങ്ങളിൽ യഹോവയുടെ തീ ഈ രാത്രി വെളിപ്പെട്ടിട്ട് ചില മുദ്രകൾ പൊട്ടിമാറുന്നു. ശിഖല ഘടക രഗതനെ ഹംദസേ അർത്ഥക്ഷേ വൈഡേ രഗന്തോ റിബസി. യേശുവിൻ രക്തം ദൈവമെടുത്ത് ആരാധിക്കുന്നു. യേശുവിൻ രക്തം ദൈവമെടുത്ത് ആരാധിക്കുന്നു. ഈ വചനം തന്നെ ദൂതുകളെ ഏറ്റെടുത്താൽ മതി കേട്ടോ. ഓരോരുത്തർ പറയാൻ നിന്നാൽ സമയം വളരെ പരിമിതമാണ്. വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ രാത്രി വചനം പറയുന്ന മുഴുവൻ ദൂതുകളാണ്. അവരവരൊക്കെ ചാടി പിടിച്ചോണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കേൾക്കൂ, ഈ പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെതിരെ രേഖ ഉണ്ടാക്കുന്നതിന് കാരണം അവൻ്റെ പ്രാർത്ഥനയായിരുന്നു കേട്ടോ. അമ്മാമ്മയുടെ ആത്മ പറയുകയാണ്. സ്തോത്രം ചെയ്യുന്നു. വേറെ ഒരു കുറ്റവുമില്ല. നിന്റെ ഒരു പിശാച് പറയുന്നൊരു കാര്യം അവൻ്റെ ഒരു ഒടുക്കത്തെ പ്രാർത്ഥന. സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പ്രാർത്ഥിക്കുകയാണ്. നെടുമങ്ങാട് നടന്ന സംഭവമാണ്. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച നടന്ന സംഭവമാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട് ഇങ്ങനെ. ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു. ഒരു വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാർത്ഥിക്കാൻ കാരണം രാത്രി ഒരു ഫോൺ വന്നു. സ്തോത്രം ചെയ്യുന്നു. ശരീരം തളർന്ന് വീണു. നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് എഴുതി. അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടി വാഹനം വിളിക്കാൻ നിൽക്കുമ്പോൾ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു സ്തോത്രം ചെയ്ത് പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അയ്യോ, ഡോക്ടർ ചോദിച്ചു എന്ത് പറ്റി, നിങ്ങൾ മുഖം അല്ലാതിരിക്കും, ഞങ്ങളുടെ പാസ് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകാൻ. ഏത് പാസ്? അങ്ങനെ പോകാൻ പറ, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും, വല്ലതും വന്നാൽ ഞങ്ങളെ പറയരുത്. എന്നെ വീണ്ടും വിളിച്ചു. ഞാൻ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോകാൻ ദൈവാത്മ പറയുന്നെന്ന് പറഞ്ഞു. വീട്ടിൽ കൊണ്ടുപോയപ്പം ഒരു അല്പം ആശ്വാസമുണ്ട്. അന്ന് അർദ്ധരാത്രി 11:30 അവിടെ എത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ ദേശത്തിന് തൊട്ടുമുകൾ അവിടെ വീട്ടിന് ഇതിൻ്റെ ശക്തിയാണ്, ദേവനാണ് അവിടെ നിൽക്കുന്നത്. ജിന്ന്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ സഹോദരിക്ക് സംഭവിച്ചത്, ഈ രോഗം ബാധിച്ചതിൻ്റെ അന്നേ ദിവസം പകൽ 11 മണിക്ക് എന്നാണ് എൻ്റെ വിചാരം. എന്നോട് പറഞ്ഞത് അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ. സ്തോത്രം. വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചു നന്നായിട്ട് ദേശത്തിന് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ എഴുന്നേൽക്കുന്നതും ഈ ഇടത്ത് ഭാഗത്തൊരു ഉളുക്ക് കയറി അങ്ങ് പിടിച്ചു. ഒരു ഉടക്കങ്ങ് വന്നു. ഇത്രയേ ഉള്ളൂ. സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കൂട്ടിയാൽ പോരാട്ടം വരും, പക്ഷെ ജയം നിനക്കായിരിക്കും കേട്ടോ. സ്തോത്രം ചെയ്യുന്നു. ദൂത് വന്നോട് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ സംഭവിച്ചു. അന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ പിശാച് പറഞ്ഞു ഞാൻ ജിന്നാണ്. എന്താ പിശാചെ നീ വന്നത്? പിശാച് പറഞ്ഞു ഈ ദേശത്തിൻ്റെ അധിപതിയാണ് ഞാൻ. ഇവൾ ഇനി ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. ഇവൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അന്ന് സംഭവിച്ചു കേൾക്കണോ? അവിടെ നിന്ന് ആ കുടിയിരിപ്പിൻ്റെ ശക്തിയെ ഞാൻ ഇവളിലേക്ക് പൂർണ്ണമായിട്ട് വിളിച്ചു വരുത്തി. ഞാൻ പറഞ്ഞു പൂർണ്ണമായിട്ട് കയറി വരാൻ പറഞ്ഞു. പൂർണ്ണമായിട്ട് ശക്തിയോടെ ഇളകിയിട്ട് നേരെ പാതാളത്തിൽ വിട്ടു. ഞങ്ങളുടെ ശക്തിയെ ഒഴിപ്പിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുക്കോ? എന്തോന്ന് തെളിവ്? കരവരുത് സ്തോത്രം പറ. കരവരുത് സ്തോത്രം പറ. ഇന്ന് രാത്രി തൻ്റെ ഇടം ഉണ്ടോ നമുക്ക്? സ്തോത്രം. പ്രാർത്ഥിക്കാതിരിപ്പാൻ ബന്ധിച്ച ബന്ധനങ്ങൾ, പ്രാർത്ഥിക്കാൻ കഴിയാതെ തലയ്ക്കകത്ത് വലിയ വെയിറ്റ് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെ നിന്നെ കെട്ടുന്ന കെട്ടുകൾ, ഉടമന നീ പാർക്കുന്ന ഭവനത്തിന് അതിർവരമ്പുകളെ ബന്ധിച്ച ബന്ധനങ്ങൾ പോലെ തീ പ്രാപിച്ചോ. ആത്മ നിന്നെ തൊടുന്നു. നിന്റെ ശരീരം മുഴുവൻ ഫ്രീ ആകുന്നു. നിന്റെ ഡിസ്കിന്റെ അകത്തുണ്ടാകുന്ന പെയിനുകൾ, ഓവർ പെയിനുകൾ അഴിയുന്നു യേശുവിൻ നാമത്തിൽ. എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാതെ, ആരാധനയ്ക്ക് പോലും പോകാൻ കഴിയാതെ ഒരു രോഗിയാക്കിയതിനെ ഒതുക്കുവാൻ പിശാച് വെച്ച കുരുക്കിന് ഈ രാത്രി സ്വർഗം അഴിക്കുന്നു എന്ന് ആത്മ വ്യക്തമായി പറയുന്നു. ശിഖനഘടകരഗത വൈഡാരകച്ച സിയാന അർത്ഥനാഥ വൈഡ പ്രൗഢമന ഘടകസി വൈഡവാല ഘടക സന്തൽ പൗഡാന ഘടകസി. പരിശുദ്ധാത്മാവ് രാത്രി വചനത്തോട് ഇതിനെ തൊടുകയാണ്. ആത്മാവിനെ തൊടുകയാണ്. എല്ലാം കണ്ണുമടയ്ക്കാം. ബൈബിളുകൾ മടക്കി വയ്ക്കാമെന്ന് രാത്രിയിൽ. കരയണ്ട, യഹൂദ ഗോത്രത്തിന് സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകം തുറക്കുവാനും അതിന് മുദ്രകൾ പൊട്ടിപ്പാനും ആമേൽ ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ രാത്രിയിൽ ജയം പ്രാപിച്ചവർ വന്നിട്ടുണ്ട്. ഗുരു ഇവിടെ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. കരയുവാൻ തയ്യാറാകുക. യേശുവേ, ഞാൻ പാർക്കുന്ന ദേശത്ത് ഞാൻ അറിയാതെ ചില രേഖകൾ എനിക്കെതിരെ എഴുതിയിട്ടുണ്ട് അപ്പാ. ഞാൻ താമസിക്കുന്ന പട്ടണത്തിൽ ഞാൻ അറിയാതെ ചില മുദ്രകൾ എനിക്കെതിരെ വച്ചിട്ടുണ്ട് കർത്താവ്. പണം കൊടുത്തും രക്തം കൊടുത്തും മനുഷ്യക്കുരുതി ചോരക്കുരുതി കൊടുത്തും എൻ്റെ തലമുറയ്ക്കെതിരെ ചില രേഖകൾ എഴുതിയിട്ടുണ്ട് കർത്താവ്. എൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ രേഖകൾ എഴുതിയിട്ടുണ്ട് കർത്താവ്. പലപ്പോഴും എനിക്ക് പ്രാർത്ഥിച്ചു വരാൻ കഴിയുന്നില്ല. എന്നെ ഇന്ന് രാത്രി വിടുവിക്കണമെന്ന് ആരോ ഇന്ന് രാത്രി
കരയുന്നുണ്ട്. സ്വർഗം പറയുന്നു, ദൈവം നിന്നെ തൊടുകയാണ്, നിനക്കെതിരെയുള്ള മുദ്രകളെ പൊട്ടിക്കുകയാണ്. ആൾ മാറിയവനെ പോലെ ഈ ആദ്യ രാത്രി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരികയാണ്. വിശ്വാസത്തോടെ വിട്ടുകൊടുക്കാൻ തയ്യാറാകട്ടെ. എല്ലാവരും യഥാസ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാമോ? പ്ലീസ് ഓൾ സ്റ്റാൻഡ് അപ്പ്. ഈ രാത്രി പരിശുദ്ധാത്മാവിനെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദിവന വടക രഗദ 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 രഗദര ഘടക ശബ്ദല വലവല തകനാദിക രാധക രാധക രീതക രാധക രീതക തകനാദക രീതക നംശേ രഗദ രഗദ ടാ രഗദര ഘടക ശബ്ദുല വൽഭവ വേദി ടാ രഗദ 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 ടാ രഗദര ഘടക ധീരവ രംശൽ ഘടക ടാ രഗദര ഘടക ധീരേ രംശേ രഗദേ ടാ രേതി 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 യേശുവിന്റെ നാമത്തിൽ എല്ലാ ദേശാധികാര കോരികളെ അവന്റെ വ്യാപാരങ്ങളെ ബന്ധിച്ച് പുറത്താക്കി വീട്ടുമാറട്ടെ. ശുദ്ധിയുടെ വ്യാപാരങ്ങളെ കെട്ടുകളെ അഴിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ശാസിക്കുക. ഭൂഡാവാന സാധാരാധ രീതാരാധ ഹശ്യാനാഥ ഹസ്തരകക്ഷകനന്തലവത്തകനം ശരകത്തുര വന്തലവൽക്കട കക്ഷകരാധക ഉടാവാരെ സന്ദേരാതെ രേതി 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 ഊടവനംശം കത്തുകനംശം ദീവലവക്ഷം വാതകനംശം ഊടംബരവൽ കടകച്ചന്ത കക്ഷകരാതി ടംബൽപേ വശേവത്തെ വൽഭാവൈഡ ഊരാദേരി ദേരി 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 ദേരാദേരി ടാരേതി രേതി 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 ടാരേതി രേതാരേതി യേശ് 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 യേശ്. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തനായ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉന്നതനായ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശ് 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 യേശ്. ഉടവന സന്ധന റംശൽ ഘടകന അതല്ല രഗതരവല ശബ്ദുലവലവല യേശുവിന്റെ നാമത്തിലുള്ള വിടുതലുകൾ. ഓ രാബാബ ഹസ്തന റംശൽ ഘടക അതല്ല രഗതരവല ശബ്ദുലവലവല അതല്ല രഗതിരി ഘടക ശബ്ദലവലവല ഹസ്തര ദിയാന യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം. ഓ രാബാബ ശബ്ദര വലവല അതല്ല രഗതര വല ശബ്ദുല വലവല അതല്ല രഗതിര വല ശബ്ദുല വലവല. പരിശുദ്ധാത്മാവിന്റെ ശക്തി, ദൈവാത്മാവിന്റെ ശക്തി, ദൈവാത്മാവിന്റെ പകർച്ച. യേശ്. ഓ റീഖന ശബ്ദൽ ഘടക നാഡി നരമ്പുകളെ അസ്ഥി മജ്ജകളെ ആന്തരിക ഭാഗ്യവങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവശക്തി, വിടുവിക്കുന്ന സർവശക്തന്റെ കരം. ഉടവ രഗത രഗത പോർക്കളമേടുകളിൽ ആത്മജയം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഓ ശാവാന സന്ധന വലവല അതല്ല രഗദര അട്ടക രഗദ രഗദ ആ സിഖാന റംഷ രഗദ അതല്ല രഗദര വലവല. മനസ്സിനെ മടുപ്പിക്കുന്ന ഇരുളിന്റെ ആഴങ്ങൾ യേശുവിൻ നാമത്തിൽ അതഴിയുവാൻ, ജീവിതങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ. കർത്താവിന്റെ കരം, കർത്താവിന്റെ കരം, കർത്താവിന്റെ കരം, കർത്താവിന്റെ മഹത്വം. ഓ ശാവന സന്ധന അട്ടക രഗദ അതല്ല രഗദ രഗദ ആ ഋഷി കേനദര യേശുവിന്റെ നാമത്തിൽ എല്ലാ ജാതീയ പോരുകളെ എല്ലാ വിഗ്രഹക്കെട്ടുകളെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുക. ഓ രവാര സധന റംശൽ ഘടക അന്ധകാര കുമോരുകൾ യേശുവിൻ നാമത്തിൽ അഴിയാൻ. ഓ റികന രഗദ അതല്ല രഗദര വലവല അതല്ല രഗദര വല ശബ്ദുല വലവല ഹസ്തന റംശൽ ഘടക അതല്ല രഗദര വല ശബ്ദുല വലവല. വാദിച്ചു നിൽക്കുന്ന വിഗ്രഹ പോരുകളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഓ മാറുന്ന കേട്ടുകൾ, വെല്ലുവിളികൾ. യേശ് 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 യേശ്. ആ അതല്ല രഗദര വലവല വാദി ആലയത്തിനകത്ത് വെല്ലുവിളിക്കുന്ന ഇരുളിന്റെ ആഴങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ ശക്തിയോട് ശാസിക്കുന്നു.
ദൈവാത്മാവിന്റെ കരം കർത്താവിന്റെ കരത്തിൽ യേശുവിന്റെ നാമത്തിൽ അതല്ല റഗദരവല ശംദുലവലവല ജീവിതങ്ങൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ യേശുവിന്റെ എല്ലാ വിശ്വാസ ഭവനങ്ങൾ വ്യക്തിപരങ്ങളെ മുദ്രവയ്ക്കുകയാണ്. രഗന രഗദ അതല്ല റഗദരവല ശംദുലവലവല അതല്ല റഗദിരഗടകൾ അസ്തനക്ഷ വൽക്കരത്തുനി അടകര സാന്ദര അൽ ഹത്തെ റിയഷൽ കടിത്തര ഊടവച്ച വത്ത വൽപവൈഡ വച്ച വത്ത വൽപവൈഡ വത്തി വൽപവൈഡ അൽഹദതി രേതി 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 അതല്ല റഗദരവല ശംദുലവലവല അതല്ല റഗദരവല ശബ്ദുലവലവല തഗനാദഗ രാദഗ രീദഗ നാദഗ രാദഗ തഗനാദഗ രീദഗ നാദഗ രീദഗ നാദ രേദ രാദ ദാരേതി രേതി രേതി ദാരഗദര ഘടക ശബ്ദൽ ഘടകം ദിരവൽ ഡംബാരം സംദംബരവം ഡംബശം പത്തം വൽപം വൈഡംബാരം ഡംബാരെ സത്തേവാരെ ഹഷേരാദേ ദാരാദ രേതി രേതി ദാരേതി രേതി രേതി ദാരാദി രേതി രേതി ദാരാദ ഹഷാനാദ ദാരാദ രീദാരാദ ദാരാദ രേതി രേതി ദാരേതി രേതി രേതി തഗനാദ രീ തഗനാദി തഗനംശം ദീവൽ പത്തം ദാവാന സന്ദാരാദ തഗനാദി രേതി കക്ഷം വൽക്കടകക്ഷം തഗനാദം യേശ് 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 ഉടവൽ കടകദന റഗദരവല ശംദുലവലവല ഹസ്തരക്ഷ വൽപവത്തന ചത്തുൽ കടകം അടകന സന്ധന അൽ ഹത്തനെ റാംഷികന വിടുതലുകൾ വെളിപ്പെടട്ടെ. വ്യക്തികളിൽ വിടുതലുകൾ സംഭവിക്കുവാൻ അല്ലെങ്കിൽ കുടുംബങ്ങളിൽ വിടുതലുകൾ വ്യാപരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രികാലം കടന്നു വന്ന ജീവിതങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ വിടുതലുകൾ റകന റസിക്കന അൽ ഹത്തന റാംഷൻ കടക അടക രഗദ യേസ് 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 hallelujah ഉടവ രഗസ്തേ റാംശൽ കടകദന അതല്ല രഗദരവല ശംധുലവലവലവല അതല്ല രഗദരവല ശംധുലവലവല അസ്തൽ പവം ബരാദിയൻശൽ കടിത്തര ഘടക അൽ ഹത്തനെ റാംശൽ കടകദനി അതല്ല രഗദരവല ശംധുലവലവല അസ്തന രഗശൽ പവാദന അട്ട രഗസ്തി യേശുവിന്റെ നാമത്തിൽ പോരുകളെ ശാസിക്കുകയാണ്. ജീവിതങ്ങളുടെ ദൈവിക സൗഖ്യം ദൈവാത്മാവിന്റെ കരത്തിന്റെ വല്ലഭത്വം പരിശുദ്ധാത്മാവിന്റെ പകർച്ചകൾ രഗന രഗതി അതല രഗദരവല ശംദുലവലവല അസ്തന രക്ഷൽ കടകൻ രാന സിക്കേനിയന്തര അടക രഗദ അതല രഗദരവല അതല രഗദരവലവല യേശുവിൻ രക്തം ജയം യേശുവിൻ രക്തം ജയം ഊടാവാന സന്ദാ രാധ രാധ രേതി രേതി രഗദര ഘടക തീരവൻ അംശൽ ഘടക രാധാ രേതി 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 രേതി. പ്രാർത്ഥിക്കുന്ന ചില കുടുംബത്തിൻ്റെ അകത്ത് ഒരു നിമിഷത്തേക്കു പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ കഴിയാതെ മൊബൈൽ ഫോണുകൾ വഴി പരിശുദ്ധന പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, മൊബൈൽ ഫോണുകൾ വഴി ജീവിതത്തിനകത്തുള്ള ആത്മിക ചോർന്നു പോകുന്ന വ്യക്തികളെ ആത്മാവിനെ ചൂണ്ടുകയാണ്. ഇന്ന് രാത്രി ചില കരമച്ച് പ്രാർത്ഥിച്ചവർ പ്രത്യേക ശ്രദ്ധിക്കാൻ ആത്മദൂത് പറയുന്നു. റൈഠിമനെ ഹംസേ രഗന്തുന ജഗസിയാനവ വൈഷമ ഹസ്തൽ കടകസിയാന. ഒന്നുകൂടെ ആത്മാവിനെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവസഭയ്ക്ക് വേണ്ടി നെഞ്ചു കൊടുത്ത് നിൽക്കുന്ന കുടുംബങ്ങൾക്കെതിരെ ശത്രു അവൻ രേഖ എഴുതി മുദ്ര വച്ചിരിക്കുകയാണ്. എന്നാൽ അവൻ്റെ മുദ്രയല്ല ജയിക്കാൻ പോകുന്നത്, തത്വത്തിൻ്റെ മുദ്രയായ ക്രിസ്തുവാണ് ജയിക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി ആത്മാവിനെ സ്തോത്രം ചെയ്തുകൊണ്ട് ഒരു പുതിയ അഭിഷേകത്തോടെ സ്തോത്രം ഏൽപ്പിച്ചു കൊടുത്താട്ട് സ്വർഗം നിങ്ങളെ തൊടുകയാണ്. സ്വർഗത്തിലേക്ക് ഇന്ന് രാത്രി നോക്ക്, കണ്ണുകളെ ഉയർത്താം. പ്രാർത്ഥനയുടെ ആഴങ്ങൾ നഷ്ടപ്പെട്ട് കിടക്കുന്ന ജീവിതമാണ് നിന്റെ ജീവിതമെങ്കിൽ കർത്താവേ, ഞാൻ ബന്ധിക്കപ്പെട്ടു പോയി. പലപ്പോഴും ഞാൻ ആലയത്തിൽ ആരാധിക്കുന്നു, ഭവനത്തിൽ പോയി എനിക്ക് സ്വസ്ഥതയില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ബന്ധിക്കപ്പെട്ടു പോയി. കരയുന്ന കണ്ണുനീരുകൾ ഇന്ന് രാത്രി സ്വർഗം കാണുന്നുണ്ട്. കരയുന്ന ശബ്ദങ്ങൾ സ്വർഗം ഇന്ന് രാത്രി കേൾക്കുന്നുണ്ട്. കർത്താവേ, ഞാൻ ഭവനത്തിനകത്ത് ബന്ധിക്കപ്പെട്ടവളാണ്, ഭവനത്തിനകത്ത് ഞാൻ ഒതുക്കപ്പെട്ടവനാണ്. ആലയത്തിനകത്ത് ഞാൻ ഫ്രീ ആയിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ആലയത്തിനകത്ത് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു. പക്ഷേ എനിക്ക് ആ ഭവനത്തിനകത്ത് ഉയരുവാൻ കഴിയുന്നില്ല. ഈ രാത്രി വേദനയില്ലാതിരിക്കുന്ന വ്യക്തികളെ കർത്താവ് തൊട്ട് പറയുന്നു, വളരെ നിങ്ങൾ സൂക്ഷിക്കണം, വളരെ നിങ്ങൾ സൂക്ഷിക്കണം. ഏൽപ്പിച്ചു കൊടുത്താട്ടെ. മൂന്നാമത്തെ ഭാഗം ആത്മാവിനോട് പറയുന്നത്, സ്തോത്രം ചെയ്യുന്നു, ആലയത്തിൻ്റെ അകത്ത് വളരെ ശുദ്ധീകരണത്തോടെ പ്രാർത്ഥിക്കണം.
വളരെ ശ്രദ്ധിക്കണേ. നിങ്ങൾ കണ്ണടച്ച് നിൽക്കുമ്പോൾ വളരെ ശുദ്ധീകരണത്തോടും വളരെ വ്യവസ്ഥയോടും പ്രാർത്ഥിക്കണം. ആലയത്തിനകത്ത് വരുമ്പോൾ അനുതാപ ഹൃദയത്തോടെ വരണം. ജീവിതത്തിനകത്തുള്ള പാപങ്ങൾ, ജീവിതത്തിനകത്തുള്ള അഴുക്കുകൾ, ദൈവഹിതമില്ലാത്ത വഴികൾ വച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ച ചിലരുടെ മേൽ സ്തോത്രം പരിശുദ്ധാത്മാവ് ദുഃഖിച്ച് മാറുകയും ആ ഭാഗത്ത് വേറൊരു ആത്മാവ് കയറുകയും ചെയ്തു. അവൻ്റെ പേരാണ് വെളിച്ചപ്പാടെന്ന ആത്മാവ്. പലരും തിരിച്ചറിഞ്ഞിട്ടില്ല. അത്തുൽ കരകഥന ഘടകസി. ആ പിശാച് അകത്തുണ്ടെങ്കിൽ ആ പിശാച് കൂടെ അന്യഭാഷ വേണമെങ്കിൽ പറയും. അവൻ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കും. അപ്പോൾ തന്നെ ദൈവത്തിൽ നിന്ന് മാക്സിമം നിന്നെ അകറ്റുവാനുള്ള വഴികൾ അവൻ നിന്നെ കാണിച്ചു തരും. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് രാത്രി പറയണം, കർത്താവേ എന്നിൽ സ്ഥിരമായ ഒരു ആത്മാവിനെ പുതുക്കി. കർത്താവേ എന്നിൽ പരിശുദ്ധാത്മാവുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അവരവർക്കറിയാം, നിങ്ങളുടെ സ്വഭാവം കൊണ്ടറിയാം. ആമേൻ ആമേൻ. ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാവുന്നത് പോലെ നിങ്ങളുടെ ഫലങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. താഴ്മയുണ്ടോ, വിനയമുണ്ടോ, ദൈവസ്നേഹമുണ്ടോ, ടെലിവിഷൻ, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ നിന്റെ ജീവിതത്തെ താറുമാറാക്കുന്നുണ്ടോ? സന്ധ്യപ്രാർത്ഥന മുടങ്ങുന്നുണ്ടോ? ഭർത്താവിന് കീഴ്പ്പെടുന്നുണ്ടോ? ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടോ? അഭിഷക്തന്മാരെ കീഴ്പ്പെടുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഭയിലെ അഭിഷക്തന്മാരറിയാതെ, സഭാ ശുശ്രൂഷകന്മാരറിയാതെ രഹസ്യത്തിൽ ദൈവദാസന്മാരെ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങളെ തന്നെ ശോധന ചെയ്യുക ഇന്ന് രാത്രിയിൽ. അങ്ങനെയുള്ള വഴികളുണ്ടെങ്കിൽ തീർച്ചയായും വേറൊരാത്മാവ് കയറും. ഈ രാത്രി നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടേ പോകാവൂ. പരിശുദ്ധനോട് വ്യക്തമായി പറയാൻ പറയുന്നു. ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ സംശയാസ്പദത്തോടെ ഇത് കേൾക്കുന്ന വ്യക്തിയോട് സ്വർഗം പറയുന്നു, സംശയിക്കേണ്ട, വേറൊരാത്മാവിൻ്റെ വ്യാപാരം അതിന് പുറകിലുണ്ട്. നീ ഇന്ന് രാത്രി വിട പറയുക. നീ അതിനോട് വിട പറയുക. പിണക്കമുള്ളതിനോട് നിരപ്പ് പ്രാപിക്കുക. ശുശ്രൂഷകനെ വേദനിപ്പിച്ചതിന് നീ മാപ്പ് പറയുക. ശുശ്രൂഷകന് കേട്ടിട്ടില്ല, ദൈവസഭയിൽ അഭിഷക്തൻ കേട്ടിട്ടില്ല, അന്തൽ കടകസി നീ വേറൊരു വ്യക്തിയോടാണ് പറഞ്ഞത്. ഈ രാത്രി പറ, കർത്താവേ വെരി സോറി, ഞാൻ ക്ഷമ ചോദിക്കുന്നു കർത്താവേ. ഞാൻ പരസ്പരം ദൂഷണം പറഞ്ഞ് ആ വ്യക്തിയോട് ഞാൻ പറയും, ഞാൻ അറിയാതെ പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞ പേര് ആ ദൈവദാസനോട് ഞാൻ പറയും, പാസേ ഞാൻ അറിയാതെ പറഞ്ഞു പോയി, എന്നോട് ക്ഷമിക്കണം. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവാത്മനെ ഞാൻ കാണുകയാണ്. ഈ ഒന്നാമത്തെ രാത്രി പാപബോധമുണ്ടാകുന്ന രാത്രിയെ മാറട്ടെ. നിനക്കെതിരെ രേഖ ഈ രാത്രി കീറണോ? നിനക്കെതിരെ വച്ച മുദ്ര ഈ രാത്രി പൊട്ടി മാറണോ? നീ ഒന്ന് ക്രമീകരിക്ക്, നീ ഒന്ന് യഥാസ്ഥാനപ്പെടാൻ തയ്യാറാകുക. ഈ ഓടിവരുത്ത ഈ പ്രാരംഭ രാത്രി ഓടിവരുന്ന സമയം ആത്മാവിനെ നിർബന്ധിക്കുകയാണ്. ഓ ദാവീദ് ഗോത്രത്തിൻ സിംഹമായോനെ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനെ, ദാവീദ് ഗോത്രത്തിൻ സിംഹമാ, കരമടിച്ച്, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനെ, നീ തുറന്നാലത്, ഓ നീ അടച്ചാലത് തുറക്കുവതാര്, നീ തുറന്നാലത് അടയ്ക്കൂ. ശക്തിയോടെ നീ അടച്ചാൽ അത് തുറക്കുവതാര്. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച ശിരസതിൽ വഹിച്ച് 7 പൊൻനില വിളക്കുകൾ അതിൽ നടുവിൽ എഴുന്നള്ളി വന്നോനെ. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് എഴുന്നള്ളി വന്നോൻ. ഓ ദൂതസഞ്ചയത്തിൽ ആരാധ്യൻ ക്രിസ്തു, പുസ്തകം തുറപ്പാൻ യോഗ്യനായോനെ. ദൂതസഞ്ചയത്തിൽ ആരാധ്യൻ ക്രിസ്തു, പുസ്തകം തുറപ്പാൻ യോഗ്യനായോനെ. മടങ്ങിടുമേ സർവമുഴങ്കാലുകളും എല്ലാ നാവും പാടിടും നിന്നെ. മടങ്ങിടുമേ സർവമുഴങ്കാലുകളും എല്ലാ നാവും പാടിടും നിൻ. ഓ മടങ്ങിടുമേ സർവമുഴങ്കാലുകളും എല്ലാ നാവും. റീബാരാജ ശൗഡാരേ ഔഡാരേ ശംദാനേ ദീഗാരേ വൈഡാരേ ഔഡാര ശംദാനേ ദീഗാരേ അടകാ രഗജാ ദിഗജാ രഗദാ ശഗദാ റിമന വൈശാനാദ ഹംദല ജാലക രഗദൽ പൗഡവ ദിവനവ ശംദല. എല്ലാവരും ആത്മാവിനെ ഏൽപ്പിച്ചെടുത്ത് സ്തോത്രം ചെയ്താട്ട്. ഇന്ന് രാത്രി ചില മുദ്രകൾ പൊട്ടിമാറുന്നു. രേഖകളെ സ്വർഗം തിരുത്തി എഴുതുകയാണ്. രേഖകളെ സ്വർഗം തിരുത്തി എഴുതുകയാണ്. അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. അവർ ദാവീദിന്റെ പേരാണ്. യെസ് യെസ് യെസ്. ആത്മശക്തി പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറ. ശിഖന ഘടക രഗദൽ പൗഡവനവ ശംദനാദകസിയ
സന്ധന റംഷൽ കടകദന റഗദര വല ശംദുല വല വല ഹസ്തരാധികാന വൽപവേദി അന്തര ഹർഷൽ കടകന. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. ഈ രാത്രികാല ദൈവസംരക്ഷണം സ്വീകരിച്ച് കിടന്നത് എനിക്ക് ഇവിടെ സുഷിത കർത്താവിൻ്റെ ദാസൻ ദൈവസഭയാണ് നന്ദി അറിയിക്കാൻ. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദിവസം അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ രാത്രികാലത്തെ ഉപവാസ പ്രാർത്ഥന കർത്താവിന് വലിയ സാന്നിധ്യവും സഹിതമൊക്കെ കർത്താവ് വരുവാനിടയായല്ലോ. ദൈവസേന കടന്നു വരുവാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ കർത്താവിനെ ആരാധിപ്പാൻ, വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാനൊക്കെ കർത്താവ് നമ്മെ ബലപ്പെടുത്തി ദൈവകൃപയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുക. കർത്താവ് തൻ്റെ വലിയ ദാസനെ ഇന്ന് രാത്രികാലം മതി അയച്ച് പരിശുദ്ധ ആത്മാവ് ദൈവവചനത്തിൽ കൂടെ, വെളിപ്പാടുകൾ കൂടെ വ്യക്തികളോട്, കുടുംബങ്ങളോട്, സഭയോട്, ദേശത്തോട് ഇടപെട്ട എല്ലാ ദൈവ ശബ്ദങ്ങളെയും ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹൂദയുടെ സിംഹമായവൻ, ദാവീദിന്റെ വേരായവൻ, പുസ്തകം അത് മേടിപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും ഹല്ലേലൂയ തുറപ്പാനും യോഗ്യനായി എന്ന് 24 മൂപ്പന്മാരും 4 ജീവികളും ഒന്നിച്ചു പറയുമ്പോൾ ഹല്ലേലൂയ അവൻ പുസ്തകം തുറപ്പാൻ മാത്രമല്ല, ശത്രു എനിക്ക് നിനക്ക് വിരോധമായി കെട്ടുന്ന കുരുക്കുകളെ, അവനിടുന്ന മുദ്രകളെ പൊട്ടിച്ച് ആത്മാവിൽ തൻ്റെ ജനത്തിന് സ്വാതന്ത്ര്യം കൽപ്പിക്കാൻ, നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ തലമുറകൾക്കും സ്വാതന്ത്ര്യം കൽപ്പിക്കുവാൻ, ആത്മീയ ഭൗതിക മണ്ഡലങ്ങൾക്ക് ഹല്ലേലൂയ സ്വാതന്ത്ര്യം കൽപ്പിക്കാൻ തത്വത്തിന്റെ മുദ്രയായവൻ ആത്മാവിൽ ജയാളിയായി നമ്മുടെ നടുവിലുണ്ടെന്ന് പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രികാലം കേൾപ്പിച്ച എല്ലാ ദൈവ ശബ്ദങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. അല്പസമയം എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രികാലം കേട്ട വചനം അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ തലമുറയില്, നമ്മുടെ ശുശ്രൂഷയുടെ മണ്ഡലങ്ങളില്, ദൈവ സഭയില്, ദൈവജനത്തില് അത് വിടുതലായി അന്വർത്ഥമായി വെളിപ്പെടാൻ ബലവാനെ പിടിച്ചു കെട്ടിട്ടല്ലാതെ അവന്റെ കോപ്പ് കവർപ്പാൻ കഴിയുന്ന വചനം പറയുമ്പോൾ അന്ധകാര ശക്തികൾ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടു, അന്ധകാര തലങ്ങൾ ബന്ധിക്കപ്പെട്ട ദേശത്ത് ദൈവാത്മാവിന്റെ വലിയ പകർച്ച വെളിപ്പെട്ടു വരാൻ ഈ രാത്രികാലം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച നമുക്ക് സ്തോത്രം ചെയ്യാം. വചനം സംസാരിപ്പാൻ കർത്താവിനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. അല്ലെങ്കിൽ കുടുംബമായി കർത്താവ് മാനിക്കണനായി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഈ തലമുറ ശക്തിയോടെ കർത്താവ് ഉപയോഗിപ്പാൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസനം അടക്കി യാത്രയ്ക്കാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. കൂടെ കടന്നു വന്ന പ്രിയ പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കണനായി ദൈവസ്ഥല ദൈവദാസന്മാരെ ദൈവജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഉപവാസത്തിന്റെ പ്രാരംഭ അല്ലെങ്കിൽ സെക്ഷനിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചല്ലോ. ഒരു സെക്ഷനിൽ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന് ക്ഷണിക്കപ്പെട്ട ദൈവദാസന്മാരെ സമയാസമയങ്ങൾ കർത്താവ് അയച്ച് മാറ്റമില്ലാത്ത ദൈവശബ്ദം കർത്താവ് കേൾപ്പിക്കേണ്ടതിന് ഉപവാസ പ്രാർത്ഥന വ്യക്തിപരമായി കുടുംബമായി ദൈവസഭയായി ഒരു വലിയ വിടുതലും അനുഗ്രഹമായി തരുന്നതിന് ജീവിതങ്ങളെ കർത്താവ് യേശുവിൻ്റെ രക്തത്തിനെ മറയ്ക്കുവാൻ, നാം യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ കർത്താവ് സൂക്ഷിപ്പാൻ, വഴിയാത്രകൾ ദൈവസാന്നിധ്യം പകരുവാൻ, ഓരോ ജീവിതങ്ങളെയും കർത്താവ് ബലപ്പെടുത്തുവാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് നാം എല്ലാവരും ആത്മാവിശ്വാസത്തോടെ ദിവസമായിരിക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ ദാസനം ഉപയോഗിച്ചനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സമുദ്രസ്വാസം കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥന വിഷമലും ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട വിഷമലും ഭൂലോകത്തിൽ 5 വിഷമാനവലും വിശേഷാലിന്റെ രാത്രിക്കാലത്തെ കൂടി വരെ കടന്ന നല്ല പ്രിയപ്പെട്ടവരും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രികാലം ജയന്തത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.